നമസ്കാരം. 16ാം നിയമസഭയുടെ ആദ്യ സമ്മേളനം മെയ് 21 ആരംഭിക്കുമ്പോൾ ജി സുധാകരൻ അമ്പലപ്പുഴയിൽ നിന്ന് ജയിച്ച UDF MLA, അതായത് CPM-ന്റെ സമുന്നത നേതാവായിരുന്ന സുധാകരനാണ് സഭയിലെ പ്രോടൈം സ്പീക്കർ എന്നത് ഓർക്കണം. സഭയിലെ മുതിർന്ന അംഗമെന്ന നിലയിലാണ് സുധാകരന് പ്രോടൈം സ്പീക്കറാകാനുള്ള നിയോഗം ലഭിച്ചത്. ഇന്നലെ അത് മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇനിയിപ്പോൾ കൗതുകമാകുക പ്രതിപക്ഷ നേതാവായ പിണറായി വിജയന്റെ സത്യപ്രതിജ്ഞയാകും. മറ്റൊന്നുമല്ല, സുധാകരൻ്റെ മുന്നിൽ പ്രോടൈം സ്പീക്കറായ സുധാകരനാണ് അന്ന് അംഗങ്ങളെ സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള അവസരം ഭരണഘടനാപരമായി. കാരണം പിന്നീടാണ് സ്പീക്കറെ തിരഞ്ഞെടുക്കുക, പിന്നീട് സ്പീക്കർക്കായിരിക്കും സഭയുടെ ചാർജ്. പക്ഷേ ആ ദിവസം സുധാകരൻ്റെ മുന്നിലാണ് MLA-മാർ സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത്. സുധാകരൻ്റെ മുന്നിൽ മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവ് കൂടിയായ പിണറായി വിജയൻ സത്യപ്രതിജ്ഞ ചെയ്യുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. അങ്ങനെ ചെയ്യാൻ അദ്ദേഹം എത്തുമോ എന്നുള്ളത് നിയമസഭയിലെ ഒരു കൗതുക കാഴ്ചയായി അവശേഷിക്കുകയാണ്. നമുക്കറിയാം, സഭയിൽ ഏറ്റവും കൂടുതൽ കാലം MLA ആയിരുന്ന മുതിർന്ന അംഗമെന്ന നിലയിലാണ് പ്രോടൈം സ്പീക്കറായി സുധാകരൻ ഉണ്ടായത്. മെയ് 21 പുതിയ അംഗങ്ങൾ സത്യപ്രതിജ്ഞ. പൂർണ്ണ ചുമതല സുധാകരനായിരിക്കും. അവിടെ നിയമപ്രകാരം ആദ്യ ദിനം പ്രോടൈം സ്പീക്കർക്ക് മുന്നിൽ സത്യപ്രതിജ്ഞ ചെയ്യാത്തവർക്ക് പിന്നീട് സ്ഥിരം സ്പീക്കർക്ക് മുന്നിൽ ചെയ്യാം എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. പക്ഷേ അപ്പോഴും കൗതുകമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അന്ന് പിണറായി വിജയൻ അവിടെ എത്തുമോ, ഇദ്ദേഹത്തിന് മുന്നിൽ സത്യപ്രതിജ്ഞ ചെയ്യുമോ എന്നുള്ളതാണ്. നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് വേളയിൽ സുധാകരനെതിരെ പിണറായി നടത്തിയ നിരവധി പരാമർശങ്ങൾ, അത് പിന്നീട് ഉണ്ടായ പലതരത്തിലുള്ള സഹായങ്ങൾ സുധാകരൻ്റെ ജയവുമായി ബന്ധപ്പെട്ട് അതൊക്കെ വലിയ ചർച്ചയായതാണ് ആലപ്പുഴയിൽ. ഇപ്പോൾ നിയമസഭയിലെ ഈ കൗതുക കാഴ്ചയ്ക്ക് കൂടി നമുക്ക് കാത്തിരിക്കാം. ആദ്യം തലക്കെട്ടുകൾ. VDS സർക്കാരിലെ മന്ത്രിമാരുടെ വകുപ്പുകളിൽ ഇനിയും വിജ്ഞാപനമായില്ല. UDF പൂർണ്ണമായും ധാരണയിലെത്തിയില്ലെന്ന് സൂചന. ഫിഷറീസ് വകുപ്പ് ലീഗിന് നൽകുന്നതിൽ കോൺഗ്രസിൽ അതൃപ്തി. നവകേരള സദസ്സിനിടയിലെ മർദ്ദനം അന്വേഷിക്കുന്നതിൽ പ്രത്യേക സംഘത്തെ ഇന്ന് തന്നെ രൂപീകരിച്ചേക്കും. പുനരന്വേഷണ ഉത്തരവ് ഇറക്കാൻ സാധ്യത. മഞ്ചേശ്വരത്ത് തന്നെ പാർട്ടി തോൽപ്പിച്ചതെന്ന് CPM സ്ഥാനാർത്ഥി. 20,000 വോട്ട് ലീഗിന് മറിഞ്ഞത് പാർട്ടി തീരുമാനത്തിൽ. ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ആഞ്ഞടിച്ച് ജയാനന്ദ. പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്നും പിണറായി വിജയനെ ഒഴിവാക്കണമെന്ന് ആലപ്പുഴയിലും ആവശ്യം. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ബ്രാഞ്ച് സെക്രട്ടറിയുടെ നിലവാരം പുലർത്തുന്നില്ലെന്നും വിമർശനം. സംസ്ഥാനത്ത് മഴ കനക്കും. ഇന്ന് 9 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ശക്തമായ കാറ്റിനും സാധ്യത. ഇന്ധനവിലയിൽ വീണ്ടും വർധനവ്. പെട്രോളിനും ഡീസലിനും 90 പൈസ കൂട്ടി. വില വർധന ഒരാഴ്ചക്കിടെ 2ാം തവണ വർധന. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ. കോഴിക്കോട് കാറിന് തീപിടിച്ച് ഗർഭിണി മരിച്ച സംഭവം ആസൂത്രിതമെന്ന് പോലീസ്. മരിച്ച സോനയെ കേന്ദ്രീകരിച്ചും അന്വേഷണത്തിൽ ഒരു സ്ത്രീ പെട്രോൾ വാങ്ങിയതിന് തെളിവ് കിട്ടി. CCTV ദൃശ്യങ്ങളും ശേഖരിച്ചു. കൊച്ചി സെക്സ് റാക്കറ്റ് കേസിൽ ഒരു യുവതി കൂടി അറസ്റ്റിൽ. പിടിയിലായത് പൊന്നാനി സ്വദേശിനി മഞ്ജിമ. അറസ്റ്റിലായ മോഡൽ അലീനയെ ചോദ്യം ചെയ്യുന്നു. യുവതികളെ കുടുക്കിയത് മോഡലിംഗിന്റെ മറവിൽ. അമേരിക്കയിലെ സാന്റിയാഗോയിൽ ഇസ്ലാമിക് സെന്ററിൽ വെടിവെപ്പ്. 3 പേർ കൊല്ലപ്പെട്ടു. 2 അക്രമികളും മരിച്ച നിലയിൽ. പാക് മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ പുറത്താക്കിയത് അമേരിക്കൻ ഇടപെടലെന്ന് സൂചന. നിർണായക രേഖകൾ പുറത്ത്. അമേരിക്കൻ വിരോധത്തിന് കാരണമായത് റഷ്യ-യുക്രൈൻ യുദ്ധത്തിലെ നിഷ്പക്ഷത. അഫ്ഗാനിസ്ഥാനെതിരെയുള്ള നീക്കങ്ങൾക്കായി US സൈന്യത്തിന് താവളങ്ങൾ അനുവദിക്കാൻ വിസമ്മതിച്ചതും US-നെ ചൊടിപ്പിച്ചു. അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ആക്രമണമുണ്ടായാൽ വലിയ രക്തച്ചൊരിച്ചിലുണ്ടാകുമെന്ന് ക്യൂബ. ക്യൂബൻ പ്രസിഡന്റ് മുന്നറിയിപ്പ്. സർക്കാരിനെ താഴെ ഇറക്കാൻ US സൈനിക നടപടിക്കൊരുങ്ങുന്നുവെന്ന അഭ്യൂഹങ്ങൾക്കിടെ റഷ്യയിൽ നിന്നും ഇറാനിൽ നിന്നും ക്യൂബ 300-ലധികം സൈനിക ഡ്രോണുകൾ വാങ്ങിയതായും റിപ്പോർട്ട്. ബംഗാളിൽ വൻ പ്രഖ്യാപനങ്ങളുമായി സുവേന്ദു സർക്കാർ. ജൂൺ മുതൽ മതാടിസ്ഥാനത്തിലുള്ള സർക്കാർ സഹായം നിർത്തലാക്കും. OBC പട്ടിക റദ്ദാക്കും. ക്ഷേമ പരിപാടികൾ മതപരമായ സത്വത്തെ അടിസ്ഥാനമാക്കിയുള്ളതാകരുതെന്ന് സുവേന്ദു അധികാരി. UAE-യിൽ മലയാളികൾക്ക് ആശ്വാസമായി വമ്പൻ തീരുമാനം. സ്വകാര്യ മേഖലയിലെ ജീവനക്കാരുടെ ശമ്പള സുരക്ഷ ഉറപ്പാക്കും. ജൂൺ 1 മുതൽ എല്ലാ മാസത്തെയും ശമ്പളം തൊട്ടടുത്ത മാസത്തെ 1-ാം തീയതി തന്നെ നൽകണം. ഒരു ദിവസം വൈകിയാൽ പോലും കുടിശ്ശികയായി കണക്കാക്കും. 5-ാം ദിവസം പിന്നിട്ടാൽ പുതിയ വർക്ക് പെർമിറ്റുകൾ അനുവദിക്കുന്നത് നിർത്തും. രാജ്യത്തിന് അഭിമാനമായി ബുള്ളറ്റ് ട്രെയിൻ വരുന്നു.
ആദ്യ ബുള്ളറ്റ് ട്രെയിനിന്റെ ഫസ്റ്റ് ലുക്ക് പുറത്ത്. മുംബൈ അഹമ്മദാബാദ് യാത്ര വെറും 2 മണിക്കൂർ കൊണ്ട് 2027 ഓഗസ്റ്റിൽ ട്രാക്കിലിറക്കിയേക്കും. ഇന്ത്യ നക്സൽ മുക്തമായതായി പ്രഖ്യാപിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. രാജ്യത്ത് നിന്ന് നക്സലിസം തുടച്ചു നീക്കിയതായി ഛത്തീസ്ഗഡിലെ ബസ്തർ മേഖലയിലെ പൊതുസമ്മേളനത്തിൽ ആഭ്യന്തരമന്ത്രി. നക്സൽ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത സുരക്ഷാ സേനാംഗങ്ങളെ ആദരിച്ചു. ഇറാനെതിരെ ഇന്ന് മുതൽ, അതായത് മെയ് 19 മുതൽ പുനരാരംഭിക്കാനിരുന്ന ആക്രമണം തൽക്കാലത്തേക്ക് മാറ്റിവെച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഖത്തർ അമീർ തമീം ബിൻ ഹമദ് അൽ താനി, സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ, UAE പ്രസിഡന്റ് മുഹമ്മദ് ബിൻ സയേദ് അൽ നഹ്യാൻ എന്നിവരുടെ അഭ്യർത്ഥന മാനിച്ചാണ് ഈ തീരുമാനമെന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. യുദ്ധം അവസാനിപ്പിക്കാൻ US ഇറാന് 5 നിർദ്ദേശങ്ങൾ നൽകിയതായും ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഇറാന്റെ യുറേനിയ ശേഖരം US-ലേക്ക് മാറ്റുന്ന അടക്കമുള്ള നിർദ്ദേശങ്ങൾ കൈമാറിയെന്നാണ് വിവരം പുറത്തു വരുന്നത്. ഏതായാലും നിർണായകമായ നീക്കം ട്രംപിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു എന്ന് വേണം കാണാൻ. ഒരുപക്ഷെ ഇന്നു മുതൽ ട്രംപ് ആക്രമിക്കും ഇറാനെ എന്ന തരത്തിലുള്ള സൂചനകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ ഇത്തരം ഒരു സമാധാന വഴിയിലേക്ക് ട്രംപ് തിരിയുന്നത്. വിനോദ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. വിനോദ്, ഇപ്പോൾ പശ്ചിമേഷ്യയിൽ ഒരുപക്ഷെ സംഘർഷം പുനരാരംഭിക്കാനുള്ള സാധ്യതകൾ തെളിയുന്നുണ്ടായിരുന്നു. അതിനുള്ള നിരവധി ലക്ഷണങ്ങളാണ് കഴിഞ്ഞ കുറേ ദിവസമേ ഉണ്ടായിരുന്നത്. അത് താൽക്കാലത്തേക്ക് ഒരു ശമനമെന്ന് കരുതാമോ? രഞ്ജിത്ത്, സർവനാശമെന്നായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ട്രംപിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഭീഷണി. പക്ഷേ ഏറ്റവും അവസാനമായി അദ്ദേഹത്തിൻ്റെ ഒരു പ്രഖ്യാപനം വന്നിരിക്കുന്നത് ഇനി ഇറാനിലേക്ക് യുദ്ധമില്ല, അത് താൽക്കാലികമായി അവസാനിപ്പിച്ചിരിക്കുന്നു എന്നാണ്. വെടിനിർത്തൽ തീരുന്നത് എന്നാണ്. വെടിനിർത്തൽ തീരുന്ന മുറയ്ക്ക് വീണ്ടും ആക്രമണം തുടങ്ങുമെന്നായിരുന്നു ട്രംപിൻ്റെ കഴിഞ്ഞ ദിവസത്തെ പ്രഖ്യാപനം. എന്നാൽ തൊട്ടു പിന്നാലെയാണ് ഈ വെടിനിർത്തൽ തുടരുന്ന രീതിയിൽ, അല്ലെങ്കിൽ തൽക്കാലത്തേക്ക് ഇനി യുദ്ധമില്ല എന്ന ഒരു പ്രഖ്യാപനത്തിലേക്ക് ട്രംപ് പോയത്. അതിന് കാരണമായി അമേരിക്ക പറയുന്നത് ഖത്തറിൻ്റെ, അതോടൊപ്പം തന്നെ സൗദിയുടെയും UAEയുടെയും ഇടപെടലാണ്. അവരുടെ ആവശ്യപ്രകാരമാണ് ഇത്തരമൊരു സമാധാന നീക്കത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകുന്നതെന്നാണ്. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം ഈ ഹോർമൂസ് അടച്ച ശേഷം ഗൾഫ് രാജ്യങ്ങളെല്ലാം വലിയ പ്രതിസന്ധിയിലാണ്. എണ്ണക്കയറ്റുമതിയിലൂടെ ഉണ്ടായിരുന്ന വരുമാനം എല്ലാ രാജ്യങ്ങൾക്കും അത് കുറയുന്ന നിലയാണ്. ഇറാനാകട്ടെ ഈ വലിയ പ്രതിസന്ധിയിലാണ്. അവരുടെ വ്യാവസായികമായ രംഗം വളരെ പ്രതിസന്ധിയിൽ നിൽക്കുന്നു. പക്ഷേ അവരും യുദ്ധത്തിൽ നിന്ന് പിന്നാക്കം പോകാനുള്ള ഒരു നീക്കത്തിലുമല്ല. അവർ ഈ ഗാർഗദ്വീപിലൊക്കെ തന്നെ എണ്ണ ഒഴുക്കിക്കളയുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. കാരണം ഇത് ശേഖരിക്കാൻ കഴിയുന്നില്ല. എണ്ണ ഉൽപ്പാദനമാകട്ടെ നിർത്തിവെക്കാനും കഴിയില്ല. അത് തുടർച്ചയായി നടക്കുന്നൊരു പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെ പഴയ ടാങ്കറുകളിലും പഴയ ഉപയോഗശൂന്യമായ കപ്പലുകളിലും ഒക്കെ തന്നെയാണ്, ആ ബാരലിലും ഒക്കെ തന്നെയാണ് ഈ എണ്ണ അവർ ശേഖരിച്ചത്. പക്ഷേ അതും അളവിൽ കൂടുതലാകുമ്പോൾ കടലിലേക്ക് ഒഴുക്കിക്കളയേണ്ടി വരുന്നു. വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് ഇത് വഴിവെക്കും. എങ്കിലും യുദ്ധം എന്ന ഒരു കാര്യം മുന്നിൽ നിൽക്കുമ്പോൾ മറ്റൊന്നിനും പരിഗണന നൽകാതെ തന്നെ ഈ പോരാട്ടം എന്ന നിലയ്ക്ക് ഈ രാജ്യങ്ങളെല്ലാം മുന്നോട്ട് വരികയാണ്. അതിനിടയിലാണ് ഈ 3 രാജ്യങ്ങളുടെ സമ്മർദ്ദമുണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ അമേരിക്ക ഇപ്പോൾ യുദ്ധത്തിലേക്ക് പോകുന്നില്ല എന്ന ട്രംപിൻ്റെ പ്രഖ്യാപനം. അതേസമയം 5 നിർദ്ദേശങ്ങൾ ഇറാന് മുന്നിലേക്ക് വെച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സമ്പുഷ്ടീകരിച്ച യുറേനിയം അമേരിക്കയ്ക്ക് കൈമാറണമെന്ന ആവശ്യമാണ്. നേരത്തെ റഷ്യ ഈ ഒരു വാഗ്ദാനവുമായി രംഗത്ത് വന്നിരുന്നു. കാരണം ഇപ്പോൾ 40% സമ്പുഷ്ടീകരണമായിട്ടുള്ളത്. അത് 90% എത്തിയാൽ ആണവശക്തിയായി മാറും. അത് അണ്വായുധം നിർമ്മിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് മാറ്റപ്പെടും. അവിടെയാണ് ഈ യുറേനിയം തങ്ങൾ എടുത്തുകൊള്ളാമെന്ന ഒരു കാര്യം റഷ്യ അഭിപ്രായമായി മുന്നോട്ട് വയ്ക്കുന്ന. റഷ്യയുടെ സഹായത്തോടു കൂടിയാണ് ഈ യുറേനിയം സമ്പുഷ്ടീകരണം നടക്കുന്നത്. അത് തങ്ങൾ തിരികെ എടുക്കാമെന്ന് പറഞ്ഞെങ്കിലും ഇറാൻ അതിന് വഴങ്ങിയിരുന്നില്ല. മാത്രമല്ല അമേരിക്കയും അതിനോട് വലിയ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നില്ല. മറിച്ച് അമേരിക്കയ്ക്ക് ഇത് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ അമേരിക്ക ശേഖരിക്കാം എന്ന നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ഈ യുദ്ധം ഇനി തുടരില്ല എന്ന ഒരു പ്രഖ്യാപനം വന്നതോടുകൂടി തന്നെ അത് വിപണിയിൽ പ്രതിഫലിച്ച് തുടങ്ങിയിട്ടുണ്ട്. ക്രൂഡിൻ്റെ വില കുറയുകയാണ്. ബാരലിന് $100 താഴെ എത്തുന്നു. നമുക്കറിയാം ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ 2 തവണയാണ് ഇന്ത്യയിൽ ഇന്ധനത്തിന് വില കൂടിയത്. നേരത്തെ 3 രൂപ വീതം പെട്രോളിനും ഡീസലിനും 2 രൂപ CNGക്കും കൂടിയിരുന്നു. ഇന്നിപ്പോൾ 90 പൈസ വീതം വീണ്ടും ഇന്ധനത്തിന് വില വർദ്ധിക്കുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ ഒരു വർധന വന്നത് തന്നെ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു. ഓഹരി വിപണിയെയും വലിയ തോതിൽ ബാധിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ $100 താഴെ ബാരലിന് ക്രൂഡ് വില എന്ന നിരക്കിലേക്ക് വരികയാണ്. വിമാന കമ്പനികളും ടിക്കറ്റ് നിരക്ക് കുത്തനെ ഉയർത്തിയിരുന്നു. അത് ഈ ഇന്ധന വില തന്നെയായിരുന്നു അതിന് കാരണമായത്. പക്ഷേ സ്വർണ്ണവിലയിൽ ഇന്നിപ്പോൾ മാറ്റമുണ്ട്. സ്വർണ്ണവില ഉയരുകയാണ്. തീർച്ചയായും അങ്ങനെ മാറ്റങ്ങൾ സംഭവിക്കുന്നു. ഡോളർ താഴേക്ക് പോകുന്നു. എണ്ണ വിലയിലുണ്ടാകുന്ന താഴ്ച ഡോളറിനെ
സ്വാധീനിക്കുന്നതെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. ഏതായാലും ഖത്തറിൻ്റെയും സൗദിയുടെയും അഭ്യർത്ഥന പ്രകാരം US 5 നിർദ്ദേശങ്ങളടക്കം നൽകിയിട്ടുണ്ട് എന്നും മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും പശ്ചിമേഷ്യയിൽ സമാധാനം കുറച്ചുകൂടി നീണ്ടുപോകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും ഇറാന് ആണവായുധങ്ങൾ ഒരിക്കലും സ്വന്തമാകില്ല എന്നുള്ള തരത്തിലാണ് ട്രംപിൻ്റെ ഭാഗത്തു നിന്നുള്ള വിലയിരുത്തലുകൾ വരുന്നത്. അത് ഇറാനെ ഏതെങ്കിലും തരത്തിലൊക്കെയുള്ള പ്രശ്നങ്ങളിൽ കുടുക്കുക എന്നുള്ള നിലപാട് കൂടി ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ട്. ആശങ്ക വിട്ടൊഴിഞ്ഞിട്ടില്ല എങ്കിൽ പോലും ഈ ട്രംപിൻ്റെ നിർദ്ദേശങ്ങളുമായി ബന്ധപ്പെട്ട് ഇറാൻ്റെ പ്രതികരണം എന്തായിരിക്കുമെന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്. മറ്റൊന്ന്, ഈ ലോകം കാത്തിരിക്കുന്ന വമ്പൻ പ്രഖ്യാപനം ഉടൻ ഉണ്ടാകും എന്നുള്ള സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതായത് അമേരിക്ക ഇറാന് മേലുള്ള ഉപരോധം നീക്കിയേക്കും എന്നുള്ളതാണ്. യുദ്ധത്തിലെ നഷ്ടപരിഹാര ആവശ്യത്തിൽ നിന്ന് ഇറാനും പിൻവാങ്ങും എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. നമുക്കറിയാം, നേരത്തെ ഇറാൻ്റെ ആവശ്യം തങ്ങൾക്ക് എതിരെയുള്ള എല്ലാ ഉപരോധങ്ങളും, ഒരു ഉപരോധം മാത്രമല്ല, ഈ ഓയിൽ കയറ്റുമതിയുമായി ബന്ധപ്പെട്ട സാങ്ഷൻ മാത്രമല്ല, നിരവധി ഉപരോധങ്ങളാൽ കെട്ടിയിട്ടപ്പെട്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ഇറാൻ. ആ ഉപരോധങ്ങളെല്ലാം പൂർണ്ണമായും മാറ്റണം എങ്കിൽ തങ്ങൾ സമാധാനത്തിന് ഹോർമുസിലെ നിയന്ത്രണം മാറ്റിവെക്കുന്നതിനൊക്കെ തയ്യാറാകുമെന്ന് പറയുന്നുണ്ട്. അതേസമയം പകരം നഷ്ടപരിഹാരം വേണമെന്ന ആവശ്യം ഇറാനും ഉന്നയിച്ചിരുന്നു. തങ്ങളുടെ യുദ്ധത്തിൽ ഇത്രയും നാളുണ്ടായ ആ നഷ്ടപരിഹാരം എന്ന ആവശ്യത്തിൽ നിന്ന് ഇറാൻ പിന്മാറിയാൽ ഒരുപക്ഷെ ഉപരോധങ്ങൾ നീക്കുന്നതിൽ നിന്ന് ട്രംപ് തയ്യാറാകുമെന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. വലിയ വിട്ടുവീഴ്ചകൾക്ക് ഇരു രാജ്യങ്ങളും തയ്യാറാകുന്നു എന്നുള്ള സൂചനകൾ ചില മാധ്യമങ്ങൾ നൽകുന്നുണ്ട്. പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ ഇപ്പോഴും ചർച്ചകൾ പുരോഗമിക്കുകയാണ് എന്നാണ് മനസ്സിലാകേണ്ടത്. പുതുക്കിയ 14 നിർദ്ദേശങ്ങൾ അമേരിക്കയ്ക്ക് ഇറാൻ കൈമാറി പാകിസ്ഥാൻ വഴി എന്നാണ് മനസ്സിലാകുന്നത്. ഈ 14 നിർദ്ദേശങ്ങളിൽ അമേരിക്കൻ നിലപാട് എന്തായിരിക്കും എന്നതിനെ ആശ്രയിച്ചായിരിക്കും ഇനിയുള്ള കാര്യങ്ങളുടെ മുന്നോട്ട് പോക്ക്. ആണവ പദ്ധതികൾ ദീർഘകാലത്തേക്ക് മരവിപ്പിക്കുക, യുറേനിയം ശേഖരം റഷ്യയ്ക്ക് കൈമാറുക, ദീർഘകാലത്തേക്ക് ഉടമ്പടി ഉണ്ടാക്കുക, ഹോർമുസ് നിയന്ത്രിക്കാനായി ഇറാൻ രൂപം നൽകിയ പേർഷ്യൻ ഗൾഫ് സ്ട്രെയിറ്റ് അതോറിറ്റിയുടെ പ്രവർത്തനമടക്കം മരവിപ്പിക്കുക എന്നുള്ള ആവശ്യങ്ങളൊക്കെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ വിനോദ്, ഇത്തരമൊരു ആവശ്യം ഒരു സമാധാന കരാറിലേക്കൊക്കെ എത്തുകയാണെങ്കിൽ സാങ്ഷൻസ് പൂർണ്ണമായും മാറ്റാമെന്ന് അമേരിക്ക സമ്മതിച്ചാൽ തന്നെ ഇറാന്റെ 80% പ്രശ്നങ്ങളും അവസാനിക്കും. അതിനുള്ള നീക്കങ്ങളാണോ ഇപ്പോൾ നടക്കുന്നത്? രഞ്ജിത്ത്, അങ്ങനെയാണ്. കാരണം ഇപ്പോൾ ഈ ഉപരോധം നീക്കണം എന്നത് തന്നെയാണ് ഇറാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം. കാരണം ലോകത്തിന് ആവശ്യമായ ഓയിലിൻ്റെ 1/5 ഹോർമുസ് വഴിയാണ് കടന്നു പോകുന്നത്. അതിൽ തന്നെ വലിയൊരു ഭാഗം കയറ്റുമതി ചെയ്യുന്നത് ഇറാനാണ്. ഇറാന് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ ഈ ഉപരോധം ഏർപ്പെടുത്തുന്നു, അല്ലെങ്കിൽ ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങരുത് എന്ന നിർദ്ദേശം നേരത്തെ തന്നെ ഉള്ളതാണ്. മറ്റ് പല ലോകരാജ്യങ്ങൾക്കും അത്തരത്തിലുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിന് പുറമെയാണ് ഇന്ത്യയോട് റഷ്യയുടെ ഓയിലും വാങ്ങരുത്, അതായത് ഇറാൻ്റെ എണ്ണ റഷ്യ വഴി ഇന്ത്യയിലേക്ക് എത്തുന്നു എന്നതായിരുന്നു അമേരിക്കയുടെ ഒരു വിലയിരുത്തൽ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ഉപരോധം. അതിന് പറയുന്ന കാരണം ഈ ഉക്രൈൻ യുദ്ധത്തിന് എണ്ണ വിൽപ്പനയിലൂടെ സമ്പാദിക്കുന്ന പണമാണ് റഷ്യ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ആ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഇത്തരമൊരു നീക്കത്തിലേക്ക് പോകണം എന്നതാണ് അമേരിക്കയുടെ ആവശ്യം. പക്ഷേ പരോക്ഷമായി ഇതിന് പിന്നിലുള്ളത് ഈ ഇറാൻ്റെ എണ്ണ റഷ്യ വഴി മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്നു എന്നത് തന്നെയാണ് അവിടെ അമേരിക്കയുടെ വിലയിരുത്തലായി വന്നത്. ഏതായിരുന്നാലും ഈ 20 ലക്ഷം കോടിയുടെയെങ്കിലും പ്രാഥമികമായി ഈ ഉപരോധം വഴി ഏർപ്പെടുത്തിയിട്ടുള്ള അത് നഷ്ടമുണ്ട്, അല്ലെങ്കിൽ ആ വസ്തുക്കൾ ഫ്രീസായതുണ്ട്, അതെല്ലാം തന്നെ തിരികെ ലഭിക്കണമെന്നതാണ് ഇറാൻ്റെ ആവശ്യം. അതിന് അമേരിക്ക മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ യുറേനിയം തിരികെ നൽകണമെന്നതാണ്, അല്ലെങ്കിൽ അത് ഏറ്റെടുക്കാൻ അനുവദിക്കണം എന്നതാണ്. സമ്പുഷ്ടീകരിച്ച യുറേനിയം കൈമാറണമെന്നതാണ് അമേരിക്കയുടെ ആവശ്യം. മറ്റൊന്ന് ഈ ഹോർമൂസിലെ ഇടപെടലാണ്. ഹോർമൂസിൽ അമേരിക്കയ്ക്ക് വലിയ താല്പര്യമുണ്ട്. നേരത്തെ വളരെ സ്വതന്ത്രമായി അറബ് രാജ്യങ്ങളും ഇറാനും ഒക്കെ തന്നെ ഉപയോഗിച്ചിരുന്ന ആ ഒരു മേഖലയിലേക്ക് ഒരു കടന്നുകയറ്റം അമേരിക്ക ആഗ്രഹിക്കുന്നു എന്നത് വളരെ വ്യക്തമാണ്. അതിൻ്റെ ഒരു വഴിയായി അമേരിക്ക കാണുന്നത് മറ്റ് ഈ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ തന്നെ അമേരിക്കയുടെ സൈനിക താവളമുണ്ട്. അങ്ങനെ ഒരു സൈനിക സാന്നിധ്യം ഹോർമൂസിൽ കൂടി വരണമെന്ന് അമേരിക്കയ്ക്ക് താല്പര്യമുണ്ട്. ഇത് ഇറാൻ ഒരു കാരണവശാലും അനുവദിച്ചു കൊടുക്കില്ല. മാത്രമല്ല, അവർക്കുള്ള പരമാധികാരം അത് പഴയ രീതിയിൽ തന്നെ ലഭിക്കണമെന്ന കാര്യത്തിൽ ഇറാൻ ഉറച്ചു നിൽക്കുന്നു. മറ്റൊന്ന്, ലെബനിലേക്കും സിറിയയിലേക്കുമൊക്കെ തന്നെ ഇസ്രായേൽ നടത്തുന്ന ആക്രമണമാണ്. ഇത് അവസാനിപ്പിക്കണമെന്നത് ഇറാൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ്. അവിടങ്ങളിലേക്ക് തങ്ങളെ ഈ രാജ്യങ്ങൾ സഹായിക്കുന്നു, ഹിസ്ബുള്ളകളും ഹൂതികളും സഹായിക്കുന്നത് കൊണ്ട് ഈ രാജ്യങ്ങളെ ഇസ്രായേൽ ആക്രമിക്കുന്നു എന്നതാണ് ഇറാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരാതി. ഇതിൽ പരിഹാരം ഉണ്ടാകണമെന്ന ആവശ്യം ഇറാൻ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതാണ് ഇറാന് ഒരു സമാധാനത്തിലെ കാര്യങ്ങൾ എത്തുന്നുവെന്ന് മനസ്സിലാക്കണം. മറ്റൊന്ന്, പാകിസ്ഥാൻ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് ഇമ്രാൻഖാനെ പുറത്താക്കിയതിന് പിന്നിൽ അമേരിക്കൻ ഗൂഢാലോചനയുണ്ടെന്ന ആരോപണങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന അതീവ രഹസ്യ സ്വഭാവമുള്ള നയതന്ത്ര രേഖകൾ പുറത്തു വന്നു. തന്നെ പുറത്താക്കിയതിന് പിന്നിൽ ഗൂഢാലോചന നടന്നുവെന്ന് ഇമ്രാൻ പലതവണ ആരോപിച്ചിട്ടുണ്ട്.
പാകിസ്ഥാനിൽ സൈഫർ എന്നറിയപ്പെടുന്ന ഈ രേഖയിൽ 2022 മാർച്ചിൽ അന്നത്തെ US-ലെ പാകിസ്ഥാൻ അംബാസഡർ അസദ് മജീദ് ഖാനും US നയതന്ത്രജ്ഞൻ ഡൊണാൾഡ് ലൂവും തമ്മിൽ നടന്ന സംഭാഷണത്തിന്റെ വിശദാംശങ്ങളാണുള്ളത്. ഈ സംഭാഷണമാണ് ഇമ്രാൻഖാന്റെ പുറത്താക്കലിനും തുടർന്നുള്ള തടവ് ശിക്ഷയ്ക്കും കാരണമായെന്നാണ് പറയപ്പെടുന്നത്. ഇത് അതീവ ഗുരുതരമായ വെളിപ്പെടുത്തലാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഇമ്രാൻഖാൻ തന്നെ ആരോപിച്ചിട്ടുണ്ട് തന്നെ പുറത്താക്കിയത് അമേരിക്കൻ ഇടപെടലാണ് എന്നുള്ളത്. അമേരിക്കയ്ക്ക് അതൃപ്തിക്ക് കാരണമായ ഒരുപിടി സംഭവങ്ങൾ ഇമ്രാൻഖാന്റെ ഭാഗത്തുനിന്നുണ്ടായി എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നു. വിനോദ്, ഇതിപ്പോൾ വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണല്ലോ. ഇപ്പോൾ തന്നെ ജയിലിനുള്ളിൽ അതീവ ഗുരുതരാവസ്ഥയിൽ അവശരായി കഴിയുന്ന ഇമ്രാൻഖാനാണ്. ഒരു സൗകര്യങ്ങളും ഇമ്രാൻ ജയിലിലില്ല എന്ന ആരോപണങ്ങൾ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ ഉന്നയിച്ച പശ്ചാത്തലമുണ്ട്. അവിടെയാണ് അമേരിക്കയുടെ കൈകടത്തൽ ഈ പാകിസ്ഥാനിൽ എത്രത്തോളം ഉണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നത്. രഞ്ജിത്ത്, ഇതിലും ഈ റഷ്യ ഉക്രൈൻ യുദ്ധമാണ് അടിസ്ഥാന കാരണമായി പറയുന്നത്. ഈ യുദ്ധം നടന്ന സമയത്ത് ഇമ്രാൻഖാൻ നിഷ്പക്ഷമായ നിലപാട് സ്വീകരിച്ചതാണ് അമേരിക്കയെ ചൊടിപ്പിച്ചത്. അതായത് ഉക്രൈൻ്റെ ഭാഗത്തേക്ക് പൂർണ്ണമായും പാകിസ്ഥാൻ നിലകൊണ്ടില്ല എന്നത് തന്നെയാണ് അമേരിക്ക ഇവിടെ ഒരു കാരണമായി ചൂണ്ടിക്കാട്ടുന്നത്. ഇമ്രാൻഖാൻ ഈ സ്ഥാനത്ത് നിന്ന് മാറ്റപ്പെടുന്നു. അതുമാത്രമല്ല, ഇമ്രാൻഖാന് നേരത്തെ ഈ വധശ്രമങ്ങളൊക്കെ ഉണ്ടാകുന്നു. ഇതിലൊക്കെ തന്നെ പല സംശയങ്ങൾ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. തന്നെ ഈ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിന് പിന്നിൽ വിദേശ ഗൂഢാലോചന ഉണ്ട് എന്ന ആരോപണമാണ് ഇപ്പോൾ ഈ ഇമ്രാൻഖാൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നത്. അതോടൊപ്പം തന്നെ ഈ പാകിസ്ഥാനിൽ സൈഫർ എന്നറിയപ്പെടുന്ന ഈ രേഖയിൽ 2022 മാർച്ചിൽ അന്നത്തെ US-ലെ പാകിസ്ഥാൻ അംബാസഡർ അസദ് മജീദ് ഖാനും US നയതന്ത്രജ്ഞൻ ഡൊണാൾഡ് ലൂവും തമ്മിൽ നടന്ന സംഭാഷണത്തിൻ്റെ വിശദാംശങ്ങളുണ്ട്. ഇമ്രാൻഖാൻ ആരോപിക്കുന്ന പ്രകാരമുള്ള അതിനെ സാധൂകരിക്കുന്ന തരത്തിലുള്ള ചില തെളിവുകളാണ് പുറത്തു വരുന്നത്. ആ തെളിവുകളിലാണ് ഇത്തരത്തിലുള്ള ചില നിർണായക രേഖകൾ കൂടിയുള്ളത്. ഈ സംഭാഷണം പരിശോധിക്കുമ്പോൾ ഇമ്രാൻഖാൻ്റെ പുറത്താക്കലിനും തുടർന്നുള്ള തടവ് ശിക്ഷയ്ക്കും കാരണമായത് ഇത്തരത്തിലുള്ള ഒരു നിലപാടാണ് എന്നുകൂടി സ്ഥിരീകരിക്കപ്പെടുന്നുണ്ട്. കേബിൾ I-0678 എന്ന് അടയാളപ്പെടുത്തിയ ഈ രേഖ US ആസ്ഥാനമായുള്ള അന്വേഷണാത്മക മാധ്യമമായ ഡ്രോപ്പ് സൈറ്റാണ് പുറത്തുവിട്ടിരിക്കുന്നത്. റഷ്യയുടെ യുക്രൈൻ അധിനിവേശത്തിൽ ഇമ്രാൻഖാൻ സ്വീകരിച്ച നിഷ്പക്ഷ നിലപാടിൽ പ്രകോപിതരായ ജോ ബൈഡൻ ഭരണകൂടം 2022 മാർച്ച് 7 നടന്ന കൂടിക്കാഴ്ചയിൽ ഇമ്രാൻഖാനെ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് നീക്കാൻ പാക് പ്രതിപക്ഷത്തെ പ്രേരിപ്പിച്ചുവെന്നാണ് ഈ സംഭാഷണത്തിലൂടെ ലഭിക്കുന്ന വിവരം. അഫ്ഗാനിസ്ഥാനെതിരെയുള്ള നീക്കങ്ങൾക്കായി US സൈന്യത്തിന് താവളങ്ങൾ അനുവദിക്കാൻ ഇമ്രാൻഖാൻ വിസമ്മതിച്ചതും US-നെ ചൊടിപ്പിച്ചിരുന്നു. തൻ്റെ സ്വതന്ത്ര വിദേശ നയം കാരണം പാകിസ്ഥാനിലെ പ്രധാന രാഷ്ട്രീയ പാർട്ടികളായ പാകിസ്ഥാൻ മുസ്ലിം ലീഗും PPP എന്നിവയുമായി ചേർന്ന് അമേരിക്ക തന്നെ പുറത്താക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന് ഇമ്രാൻഖാൻ ആവർത്തിച്ച് ആരോപിച്ചിരുന്നു. ഈ ആരോപണം ശരിവെക്കുന്ന തരത്തിലുള്ള തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അമേരിക്കയ്ക്ക് തന്നെ എങ്ങനെ ഒഴിവാക്കണം, അങ്ങനെ ചെയ്താൽ ബാക്കി എല്ലാ തെറ്റുകളും അവർ ക്ഷമിക്കുമെന്നാണ് അവർ പാക് പ്രതിപക്ഷത്തോട് പറഞ്ഞതായി 2022 ഏപ്രിൽ ഇമ്രാൻ ആരോപിച്ചത്. അതായത് 4 വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇമ്രാൻഖാൻ പറഞ്ഞിരുന്ന കാര്യങ്ങൾ ശരിവെക്കുന്ന തരത്തിലുള്ള തെളിവുകൾ ഇപ്പോൾ പുറത്തു വരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശരി, വിനോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റൊരു വാർത്ത, അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ആക്രമണമുണ്ടായാൽ വലിയ രക്തച്ചൊരിച്ചിലുണ്ടാകുമെന്ന് ക്യൂബൻ പ്രസിഡന്റ് മുന്നറിയിപ്പ് നൽകുന്നത് ലോകക്രമത്തിൽ മറ്റൊരു പ്രശ്നത്തിന് വഴിവെക്കുകയാണ്. ക്യൂബൻ പ്രസിഡന്റ് മിഗുവെൽഡിയാസ് കാനലാണ് ഈ മുന്നറിയിപ്പ് നൽകിയത്. റഷ്യയിൽ നിന്നും ക്യൂബ 300-ലധികം സൈനിക ഡ്രോണുകൾ വാങ്ങിയതായും അവ അമേരിക്കയ്ക്കെതിരെ ഉപയോഗിക്കാൻ ആലോചിക്കുന്നതായും ചില US മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലത്തിലാണ് ഈ മുന്നറിയിപ്പിൻ്റെ പ്രസക്തി വർദ്ധിക്കുന്നത്. ക്യൂബയിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെതിരായ താഴെയിറക്കാൻ അമേരിക്ക സൈനിക നടപടിക്ക് ഒരുങ്ങുന്നു എന്ന് ട്രംപ് പലപ്പോഴും ഈ വിഷയത്തിൽ മുന്നറിയിപ്പും മറ്റും നൽകിയിട്ടുണ്ട്. ശക്തമായ അഭ്യൂഹങ്ങൾ അത്തരത്തിൽ നടക്കുന്നുണ്ട്. അമേരിക്കയുടെ അടുത്ത ലക്ഷ്യം ക്യൂബയാണ് എന്ന തരത്തിൽ. പക്ഷേ ഇപ്പോൾ ഇതിനെതിരെയാണ് ഇപ്പോൾ ക്യൂബൻ പ്രസിഡന്റ് തന്നെ മുന്നറിയിപ്പുമായി രംഗത്ത് വരുന്നത്. കിഴക്കൻ ക്യൂബയിലെ US സൈനിക താവളമായ ഗ്വാണ്ടനാമോ ബേ, അമേരിക്കൻ സൈനിക കപ്പലുകൾ കൂടാതെ ഫ്ലോറിഡ എന്നിവ ലക്ഷ്യമിട്ട് ഡ്രോൺ ആക്രമണങ്ങൾ തുടങ്ങാൻ ക്യൂബ ആലോചിക്കുന്നതായും ചില വെളിപ്പെടുത്തലുകളും മറ്റും പറയുന്നുണ്ട്. ഏതായാലും ക്യൂബ അമേരിക്കയ്ക്കോ മറ്റേതെങ്കിലും രാജ്യത്തിനോ ഒരു ഭീഷണിയും ഉയർത്തുന്നില്ലെന്നും US നടത്തുന്ന ഏതൊരു ആക്രമണവും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും രക്തച്ചൊരിച്ചിലിന് കാരണമാകുമെന്നുമാണ് ഇപ്പോൾ പ്രസിഡന്റ് മുന്നറിയിപ്പ് നൽകുന്നത്. അതിനെ പ്രതിരോധിക്കാൻ തങ്ങൾക്ക് അവകാശമുണ്ട്. ആരെങ്കിലും തങ്ങളെ ആക്രമിക്കാൻ വന്നാൽ ക്യൂബ തിരിച്ചു പോരാടുമെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് പുതിയ തരത്തിൽ. കാരണം അമേരിക്കയുടെ വലിയ ആശങ്ക, അമേരിക്ക ഉയർത്തുന്ന വലിയ ആശങ്ക ക്യൂബയ്ക്കെതിരെ ഉള്ളപ്പോഴാണ് ഇത്തരമൊരു സംഗതി ഉണ്ടായത്. മറ്റൊരു വാർത്ത, അമേരിക്കയിൽ മോസ്കിലുണ്ടായ മുസ്ലിം പള്ളിയിലുണ്ടായ വെടിവെപ്പിൽ 3 പേർ കൊല്ലപ്പെട്ടു.
പ്രതികളെന്ന് സംശയിക്കുന്ന 2 പേർ മരിച്ചതായും പോലീസ് മേധാവി അറിയിക്കുകയാണ്. തിങ്കളാഴ്ചയാണ് സംഭവം. ഇന്നലെയാണ് ഈ സംഭവം ഉണ്ടായത്. സാന്റിയാഗോയിലുള്ള ഇസ്ലാമിക് സെന്ററിലാണ് ഈ വെടിവെപ്പ് സംഭവിച്ചിരിക്കുന്നത്. കൊല്ലപ്പെട്ടവരിൽ പള്ളിയിലെ സുരക്ഷാ ജീവനക്കാരനും ഉൾപ്പെടുന്നുവെന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. വി വിനോദ് വിവരങ്ങളുമായി ചേരുന്നു. വിനോദ്, എന്താണ് സംഭവിച്ചത്? അമേരിക്കയിൽ വെടിവെപ്പ് തോക്ക് കൈവശം വെക്കുക എന്നുള്ളതും പുതുമയുള്ള കാര്യമല്ല. പക്ഷേ ഇതിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഒരു മുസ്ലിം പള്ളിയിലാണ്. അവിടെയാണ് ഈ സംഭവത്തിന്റെ ഗൗരവം കൂടുന്നത്. രഞ്ജിത്ത്, മതവൈരമാണ് ഇത്തരമൊരു ആക്രമണത്തിന് കാരണമായതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2 പേരാണ് ഇതിൽ അക്രമികളായി ഉണ്ടായിരുന്നത്. രണ്ടും ചെറുപ്പക്കാരാണ്. 17 വയസ്സും 19 വയസ്സുമുള്ള 2 യുവാക്കളാണ് ഈ ഒരു അക്രമം നടത്തിയത്. അവിടെ 3 പേർ മതപഠനശാലയിൽ കൊല്ലപ്പെടുന്നുണ്ട്. ഈ യുവാക്കളും സ്വയം വെടിവെച്ച് മരിച്ചു. അങ്ങനെ 5 പേരാണ് ആകെ കൊല്ലപ്പെടുന്നത്. ഈ പാഠശാലയിൽ അറബി ഭാഷ, ഇസ്ലാമിക പഠനം, ഖുറാൻ എന്നിവയ്ക്കാണ് പരിശീലനം നൽകുന്നത്. അവിടേക്ക് ഇവർ കടന്നു കയറുകയായിരുന്നു. വാഹനത്തിലാണ് ഇരുവരും എത്തിയത്. 2 പേരുടെ കയ്യിലും തോക്കുകൾ ഉണ്ടായിരുന്നു. ഇവർ അവിടേക്ക് കടന്നു കയറുകയും ആദ്യം സെക്യൂരിറ്റി ജീവനക്കാരനെ കൊലപ്പെടുത്തുകയായിരുന്നു. പിന്നീട് അവിടെ ഉണ്ടായിരുന്ന മുതിർന്ന 2 പേരെയും കൊലപ്പെടുത്തി. 5 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കാണ് അവിടെ ഈ മതപഠനം നൽകുന്നത്. ആ തരത്തിലുള്ള ഭാഷയിൽ അറിവ് നൽകുന്നത്. ഖുറാനിലും അറബിയിലുമൊക്കെ തന്നെ പരിശീലനം നൽകുന്ന ഒരു കേന്ദ്രമാണ്. ആ കേന്ദ്രത്തിലേക്ക് നടത്തിയ ആക്രമണം. അതിനുശേഷം ഇരുവരും ആത്മഹത്യ ചെയ്യുന്നു. ഇവരുടെ ഒരു കുറിപ്പ് പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. അതിൽ ഈ മതവൈരം തന്നെയാണ് ഇതിന് കാരണമായി പറയുന്നത്. മാത്രമല്ല, അക്രമികളിൽ ഒരാളുടെ മാതാവിൻ്റെ വീട് പരിശോധിച്ചപ്പോൾ അവിടെ നിന്ന് ആയുധങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട് അന്വേഷണ സംഘം. ആ തരത്തിൽ രഞ്ജിത്ത് പറഞ്ഞതുപോലെ പലപ്പോഴും അമേരിക്കയിൽ ഇങ്ങനെ സ്കൂളുകളിലും മറ്റുമൊക്കെ വെടിവയ്പ് ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇതിന് മറ്റൊരു തലം കൂടിയുണ്ട് എന്ന് നമ്മൾ ഇവിടെ ചേർത്ത് വായിക്കേണ്ടി വരുന്നു. ശരി വിനോദ. മറ്റൊരു വാർത്ത, ചൈനയുമായി ചേർന്ന് കടലിൽ നിന്നുള്ള ആണവായുധ പ്രഹരശേഷി വികസിപ്പിക്കാൻ പാകിസ്ഥാൻ സൈനിക മേധാവി അസിം മുനീർ ശ്രമിച്ചതായി റിപ്പോർട്ട്. അമേരിക്കയുമായുള്ള ബന്ധം മെച്ചപ്പെടുമ്പോഴും ഗാദ്വാർ നാവികത്താവളം ചൈനയ്ക്ക് സ്ഥിരമായി വിട്ടു നൽകിക്കൊണ്ട് ആണവ അന്തർവാഹിനികൾ സ്വന്തമാക്കാനാണ് പാകിസ്ഥാൻ ലക്ഷ്യമിട്ടത്. എന്നാൽ ഈ ആവശ്യങ്ങൾ അതിരുകടന്നതായി കണ്ട് ചൈന ചർച്ചകളിൽ നിന്ന് പിന്മാറി എന്നാണ് ചില വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ചില രഹസ്യരേഖകളും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. വ്യോമകരമാർഗങ്ങൾക്കപ്പുറം മൂന്നാമതൊരു സുരക്ഷാ കവചം കൂടി ഒരുക്കാനാണ് പാകിസ്ഥാൻ ആഗ്രഹിച്ചതെങ്കിലും ആ ശ്രമം പരാജയപ്പെടുകയായിരുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്. പാകിസ്ഥാൻ ഒരേ സമയം ചൈനയെയും അമേരിക്കയും തങ്ങളുടെ തന്ത്രപ്രധാനമായ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാൻ ശ്രമിച്ചിരുന്നതായും പുതിയ വിവരങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ഇന്ത്യയുടെ സുരക്ഷാ നിരീക്ഷണങ്ങളൊക്കെ ശരിവെക്കുന്ന തരത്തിലുള്ള വെളിപ്പെടുത്തലുകളാണ് പുറത്തു വരുന്നത്. ചൈനയും അമേരിക്കയും ഈ വിഷയത്തിൽ പലപ്പോഴും പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട് പല എതിർപ്പുകളും മുന്നോട്ട് വെച്ചതുകൊണ്ടാണ് ഈ ലക്ഷ്യങ്ങളൊന്നും സാധിക്കാതെ പോയത് എന്നും ഇപ്പോൾ വ്യക്തമാകുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അങ്ങനെ പാകിസ്ഥാൻ്റെ ഒരു തന്ത്രം അത് പലതരത്തിലുള്ള ഇടപെടലുകളിലും അനാവശ്യമായ ആവശ്യങ്ങളിലും നടന്നില്ല എന്ന സൂചനകളാണ്. പലപ്പോഴും ഇന്ത്യ ഈ വിഷയത്തിൽ തങ്ങളുടെ നിലപാടുകൾ പ്രഖ്യാപിച്ച പശ്ചാത്തലം കൂടിയുണ്ട്. പാകിസ്ഥാൻ്റെ ആണവ വിഷയങ്ങളിലടക്കം അവർക്ക് വലിയ തോതിലുള്ള ഇടപെടലുകളും മറ്റും ഉണ്ടാക്കുന്നു എന്നാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നായി മാറുകയാണ്. മറ്റൊരു വാർത്ത, പാക് സൈനികരെ പ്രതിരോധ കരാറിൻ്റെ ഭാഗമായി പാകിസ്ഥാൻ്റെ സൈനികർ 8,000-ഓളം സൈനികരെ സൗദി അറേബ്യയിലേക്ക് അയച്ചു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്. ഇന്ത്യ ഇറാൻ US യുദ്ധം തുടരുന്നതിനിടെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതിനിടയിലാണ് സൗദിയുടെ സംരക്ഷണത്തിനായി സൗദി അറേബ്യയിലേക്ക് സൈനികരെ അയച്ചിരിക്കുന്നത്. വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ഡ്രോണുകളും അടക്കം സൗദിക്ക് കൈമാറി എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. മധ്യസ്ഥനായി പ്രവർത്തിക്കുകയാണ് നമുക്കറിയാം പാകിസ്ഥാൻ ഇറാനും അമേരിക്കയും ഇടയിൽ. ഇതിനിടയിലാണ് ഈ പുതിയ നീക്കം. സൗദി അറേബ്യയ്ക്ക് ആണവ സുരക്ഷാ കവചം ഉൾപ്പെടെയുള്ള സൈനിക പിന്തുണ ഉറപ്പാക്കുന്ന കരാറുകളിലും ഒപ്പിട്ടു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഏതായാലും കൂടുതൽ വിന്യാസങ്ങൾ ഈ മേഖലയിൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. വ്യോമ പ്രതിരോധ സംവിധാനമടക്കം സൗദി അറേബ്യയ്ക്ക് കൈമാറിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. ഏതായാലും ശക്തമായ സേനാവിന്യാസം ഈ മേഖലയിൽ നടത്തുന്നതോടെ സൗദിയുമായുള്ള തങ്ങളുടെ ബന്ധം കുറച്ചുകൂടി ഊട്ടി ഉറപ്പിക്കാനുള്ള ശ്രമം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരും. ഇന്ത്യയുടെ സമുദ്ര പ്രതിരോധ ശേഷിയിൽ വിപ്ലവകരമായ മാറ്റം കൊണ്ടുവരുന്ന അന്തർവാഹിനിയിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന K5 മിസൈലിന്റെ പരീക്ഷണം ഉടൻ നടന്നേക്കുമെന്ന് റിപ്പോർട്ടുകൾ. സബ്മറൈൻ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈൽ വിഭാഗത്തിൽ വരുന്ന K5ന്റെ പ്രാഥമിക ഘട്ടമായ പോപ്പപ്പ് ഇഞ്ചക്ഷൻ ടെസ്റ്റുകൾ വിജയകരമായി DRDO പൂർത്തിയാക്കിയിരുന്നു. K5 വരുന്നതോടെ ഇന്ത്യയുടെ ആണവ പ്രതിരോധ ശേഷി കൂടുതൽ കരുത്തുറ്റതാകും.
5000 മുതൽ 6000 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള ഈ മിസൈൽ ചൈനയിലെ ബെയ്ജിംഗ് ഉൾപ്പെടെയുള്ള ദൂരെയുള്ള തന്ത്രപ്രധാന നഗരങ്ങളെ ലക്ഷ്യം വെക്കാൻ ശേഷിയുള്ളതാണ്. ഒരേ സമയം ഒന്നിലധികം ആണവ പോർമുനകൾ വഹിക്കാനും അവ ഉപയോഗിച്ച് വ്യത്യസ്ത ലക്ഷ്യങ്ങളെ ഒരേ സമയം ആക്രമിക്കാനും സഹായിക്കുന്ന സാങ്കേതികവിദ്യ ഈ മിസൈലിലുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. നിലവിൽ നമുക്കുള്ളത് ഏതാണ്ട് K4 മിസൈലുകളാണ്. അവയ്ക്ക് 3500 കിലോമീറ്റർ ദൂരപരിധി മാത്രമാണുള്ളത്. ഇതുപയോഗിച്ച് ബെയ്ജിംഗ് പോലെയുള്ള നഗരങ്ങളിൽ ലക്ഷ്യം വെക്കണമെങ്കിൽ അന്തർവാഹിനികൾക്ക് മലാക്ക കടലിടുക്കിനടുത്തേക്ക് നീങ്ങേണ്ടി വരുമായിരുന്നു. ഇപ്പോൾ ഇന്ത്യയുടെ അന്തർവാഹിനികൾക്ക് ശത്രുക്കളെ നിരീക്ഷണ വലയത്തിൽ ഉൾപ്പെടുത്താൻ പെട്ടെന്ന് സാധിക്കും എന്നുള്ളതാണ്. ബംഗാൾ ഉൾക്കടലിൽ നിന്ന് തന്നെ ഇത് സാധിക്കുമെന്നുള്ളതാണ് ഈ മിസൈലിൻ്റെ ഒരു പ്രത്യേകത. അത് ഇന്ത്യയുടെ ഈ ഡിഫൻസ് മേഖലയിൽ വലിയ പരിവർത്തനങ്ങൾക്ക് കാരണമാകുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇന്നലെ നടന്ന ബംഗാൾ മന്ത്രിസഭയുടെ ആദ്യ യോഗത്തിൽ വളരെ പ്രധാനപ്പെട്ട 2 തീരുമാനങ്ങൾ സുവേന്ദു അധികാരി സർക്കാർ കൈക്കൊണ്ടു. അതിലൊന്ന് ജൂൺ മുതൽ മതാടിസ്ഥാനത്തിലുള്ള സർക്കാർ സഹായം നിർത്തലാക്കും എന്നുള്ളതാണ്. കൊൽക്കത്ത ഹൈക്കോടതിയുടെ ഉത്തരവിനെ തുടർന്ന് പിന്നോക്ക വിഭാഗങ്ങളുടെ അതായത് OBC പട്ടിക റദ്ദാക്കും എന്നുള്ളത് രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട തീരുമാനമായി മാറി. അതായത് ക്വാട്ട യോഗ്യത നിശ്ചയിക്കാൻ ഒരു പാനൽ രൂപവൽക്കരിക്കുന്ന സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. സാംസ്കാരിക വകുപ്പും ന്യൂനപക്ഷ മദ്രസ വിദ്യാഭ്യാസ വകുപ്പും മതാടിസ്ഥാനത്തിൽ നടപ്പാക്കുന്ന പദ്ധതികൾ മെയ് അവസാനം വരെ തുടരുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഇവ ജൂൺ മുതൽ നിർത്തലാക്കും. ഇത് സംബന്ധിച്ച മുന്നറിയിപ്പുകൾ പ്രത്യേകമായി പുറത്തിറക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ക്ഷേമ പരിപാടികൾ മതപരമായ സ്വത്വത്തെ അടിസ്ഥാനമാക്കിയുള്ളതാവരുത് എന്നാണ് സംസ്ഥാന സർക്കാർ നിലപാടെന്നും പറയുകയാണ്. തൃണമൂൽ സർക്കാർ അധികാരമേറ്റ് 1 വർഷത്തിന് ശേഷം ഇമാം, ക്ഷേത്ര പൂജാരിമാർ എന്നിവർക്ക് പ്രതിമാസ ഓണറേറിയം പ്രഖ്യാപിച്ചിരുന്നു. ഈ പദ്ധതികളാണ് ഇപ്പോൾ അവസാനിപ്പിക്കുന്നത്. 2012 ഇത് അവതരിപ്പിച്ചത്. മുഴുവൻ ഇമാമുമാർക്കും പ്രതിമാസ ഓണറേറിയം സർക്കാർ പ്രഖ്യാപിച്ച പശ്ചാത്തലമുണ്ടായിരുന്നു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മത നേതാക്കൾക്ക് പിന്തുണ നൽകുന്നതിനായി പ്രതിമാസം 2500 രൂപയാണ് നൽകിയിരുന്നത്. ഈ ധനസഹായ പരിപാടി പൂർണ്ണമായും നിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ സുവേന്ദു അധികാരി സർക്കാർ മുന്നോട്ട് വന്നിരിക്കുന്നത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റമായി ബംഗാളിൽ സംഭവിക്കുകയാണ്. സ്വകാര്യ മേഖലയിലെ ജീവനക്കാരുടെ ശമ്പള സുരക്ഷ ഉറപ്പാക്കാൻ വിപ്ലവകരമായ മാറ്റവുമായി UAE മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം. അടുത്ത മാസം അതായത് ജൂൺ 1 മുതൽ എല്ലാ മാസത്തെയും ശമ്പളം തൊട്ടടുത്ത മാസത്തെ 1-ാം തീയതിക്ക് തന്നെ നൽകണമെന്നാണ് മന്ത്രാലയത്തിൻ്റെ ഉത്തരവ്. ലേബർ നിയമങ്ങൾ കൂടുതൽ കർക്കശമാക്കുന്നതിൻ്റെ ഭാഗമായാണ് ഈ പുതിയ നീക്കമെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഈ തീരുമാനപ്രകാരം നിശ്ചിത തീയതി കഴിഞ്ഞ് 1 ദിവസം വൈകിയാൽ അത് കുടിശ്ശികയായി കണക്കാക്കും. ശമ്പളം വൈകുന്ന കമ്പനികൾക്കെതിരെ 2-ാം ദിവസം മുതൽ തന്നെ ഇലക്ട്രോണിക് നിരീക്ഷണവും മുന്നറിയിപ്പ് നോട്ടീസുകളും ലഭിച്ചു തുടങ്ങും. 5-ാം ദിവസം പിന്നിട്ടാൽ പുതിയ വർക്ക് പെർമിറ്റുകൾ അനുവദിക്ക് നിർത്തിവെക്കും. ശമ്പള വിതരണത്തിൽ വീഴ്ച വരുത്തുന്ന കമ്പനികൾക്ക് കനത്ത പിഴയും ബിസിനസ് തരം തിരിക്കലിൽ തരം താഴ്ത്തലും നേരിടേണ്ടി വരും. 16 ദിവസം കഴിഞ്ഞിട്ടും ശമ്പളം നൽകിയില്ലെങ്കിൽ തൊഴിലാളികൾക്ക് വേണ്ടി മന്ത്രാലയം നേരിട്ട് തൊഴിൽ തർക്കങ്ങൾ രജിസ്റ്റർ ചെയ്യും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഇതിപ്പോൾ പ്രോസിക്യൂഷൻ നടപടികളിലേക്കും സ്വത്ത് കണ്ടുകെട്ടുന്നതിലേക്കുമൊക്കെ പോകുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ മലയാളികളെ പോലെയുള്ള സ്വകാര്യ കമ്പനികളൊക്കെ പലപ്പോഴും ഈ ജീവനക്കാരെ പിഴിയുന്ന പശ്ചാത്തലമൊക്കെ ഉണ്ട്. അവർക്കൊക്കെ വലിയ തിരിച്ചടിയാണ് ഇത്. ഒപ്പം തൊഴിലാളികൾക്ക് ആശ്വാസവുമാണ്. 13-ാം വയസ്സിൽ രാജസ്ഥാൻ റോയൽസിന്റെ ടീമിൽ വന്ന വൈഭവ് സൂര്യവംശിയുടെ ആസ്തി എത്ര എന്നുള്ള ചർച്ചകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാര്യമായി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. നമുക്കറിയാം ഈ സീസണിലെ ഏറ്റവും വലിയ റൺ വേട്ടക്കാരനായി കൂടി വൈഭവ് സൂര്യവംശി വന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഈ സൂര്യവംശിയുടെ ഇപ്പോൾ 12 മത്സരങ്ങളിൽ നിന്ന് ഏതാണ്ട് 486 റൺസാണ് സൂര്യവംശി അടിച്ചു കൂട്ടിയത്. ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ റൺസിനൊപ്പം പണവും വൈഭവ് വാരിക്കൂട്ടുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. IPL BCCI കോൺട്രാക്റ്റിലൂടെയും ബ്രാൻഡുകളുടെ പരസ്യത്തിൽ അഭിനയിച്ചും വൈഭവ് നേടുന്ന കോടികളാണ് എന്നുള്ള കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. താരത്തിന് 3 മുതൽ 3.5 കോടി രൂപ വരെ ഇതിനകം തന്നെ ഈ 13-ാമത്തെ വയസ്സിൽ സമ്പാദ്യമുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഒരു സീസണിൽ 1.1 കോടി രൂപ മുടക്കിയാണ് രാജസ്ഥാൻ റോയൽസ് വൈഭവിനെ ടീമിലെടുത്തത്. 30 ലക്ഷമായിരുന്നു വൈഭവിൻ്റെ വില. നാടകീയമായാണ് ഇത്രയും തുക വൈഭവിന് നൽകിക്കൊണ്ട് അതിൻ്റെ ഗുണം ആ ടീമിന് ലഭിക്കുകയും ചെയ്തു. കളിക്കുന്ന ഓരോ മത്സരങ്ങൾക്കും ടീം നൽകുന്നത് 7.85 ലക്ഷം രൂപയാണ്. ഇതിന് പുറമെ BCCIയുടെ മാച്ച് ഫീയായ 7.5 ലക്ഷം രൂപ കൂടി കൂടുമ്പോൾ ഓരോ മത്സരത്തിനും 15.35 ലക്ഷം രൂപ വൈഭവ് സൂര്യവംശിക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് മാത്രമല്ല പ്രാദേശിക മത്സരങ്ങളിൽ നിന്നും വൈഭവിന് 10,500 രൂപ ഒരു ദിവസം കളിച്ചാൽ ലഭ്യമാകുന്നുണ്ട്. രഞ്ജി ട്രോഫിയിൽ 40,000 രൂപ പ്രതിഫലമാണ് വൈഭവിന് കിട്ടുന്നത്. അങ്ങനെ വലിയ തോതിലുള്ള വരുമാനം ലഭിക്കുന്ന ഒരു താരം കൂടിയാണ്. വലിയ ഒരു ബ്രാൻഡായ കോംപ്ലാൻ
ഈയിടെ അടുത്തിടെ വൈഭവിനെ ബ്രാൻഡ് അംബാസഡറായി നിയമിച്ചിരുന്നു. ഈ കരാറിൽ വൈഭവിന് വലിയ തുക പ്രതിഫലമായി കിട്ടിയെന്ന് മനസ്സിലാകുന്നു. ഏതാണ്ട് 1.5 കോടി രൂപ വരെയാണ് പ്രതിഫലമെന്നാണ് മനസ്സിലാക്കേണ്ടത്. അത്തരത്തിൽ നിരവധി ബ്രാൻഡുകൾ വൈഭവിൻ്റെ പുറകെയുണ്ട്. ഭാവിയിലെ വലിയ ഒരു സമ്പാദ്യമാണ് വൈഭവ് എന്ന് എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട്. അതനുസരിച്ചുള്ള നീക്കം വൈഭവുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് താനും. ചരിത്ര കുതിപ്പിനൊരുങ്ങി ഇന്ത്യൻ റെയിൽവേ ആദ്യ ബുള്ളറ്റ് ട്രെയിനിന്റെ ഫസ്റ്റ് ലുക്ക് പുറത്തിറക്കി. ജാപ്പനീസ് സാങ്കേതിക വിദ്യ ഉൾപ്പെടുത്തിക്കൊണ്ട് മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതി ആണ് ഈ ബുള്ളറ്റ് ട്രെയിൻ. അതായത് ഇത് പുറത്തു വരുമ്പോൾ മുംബൈ അഹമ്മദാബാദ് യാത്ര വെറും 2 മണിക്കൂർ മാത്രമായി മാറും എന്നാണ് മനസ്സിലാക്കേണ്ടത്. 2027 ഓഗസ്റ്റിലാണ് റെയിൽവേ ഈ ട്രെയിൻ ട്രാക്കിലേക്ക് വരിക എന്ന് മനസ്സിലാകുന്നു. രാജ്യത്തെ ആദ്യത്തെ ബുള്ളറ്റ് അധിഷ്ഠിത ട്രെയിൻ കൂടിയാണ് ഇത്. ഇതിൻ്റെ രൂപകൽപ്പനയൊക്കെ ഏറെ ആകർഷണീയമായ ഒന്നാണ്. ജാപ്പനീസ് അത്യാധുനിക സാങ്കേതിക വിദ്യയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. രാജ്യത്തെ കാലാവസ്ഥയ്ക്ക് അനുഗുണമായ രീതിയിലാണ് ട്രെയിൻ നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ചെന്നൈയിലെ ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറിയും ബാംഗ്ലൂരിലെ BEML ലിമിറ്റഡും സംയുക്തമായാണ് ഈ തീവണ്ടി വികസിപ്പിച്ചെടുക്കുന്നത്. മണിക്കൂറിൽ ഏതാണ്ട് 280 കിലോമീറ്റർ, നമുക്കറിയാം 100-110 ഒക്കെയാണ് ഇപ്പോഴത്തെ നമ്മുടെ തീവണ്ടികളുടെ വേഗം പരമാവധി. അതിപ്പോൾ 280 മീറ്റർ വേഗതയിലേക്ക് സഞ്ചരിക്കാൻ ഒരുങ്ങുന്ന പശ്ചാത്തലമാണ് ഉണ്ടാകുന്നത്. 2027 നേരത്തെ പറഞ്ഞതുപോലെ ഇത് നിലവിൽ വരുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇന്ത്യ നക്സൽ മുക്തമായതായി പ്രഖ്യാപിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. രാജ്യത്ത് നിന്ന് നക്സലിസം പൂർണ്ണമായും തുടച്ചു നീക്കിക്കഴിഞ്ഞു. താൻ 2026 മാർച്ച് 31 എന്ന സമയപരിധി നൽകിയിരുന്നു. അതിനുശേഷം ഛത്തീസ്ഗഡിലെ ബസ്തർ മേഖലയിൽ നടത്തിയ ആദ്യ സന്ദർശനത്തിനിടയിലെ പൊതുസമ്മേളനത്തിലാണ് ഈ അഭിസംബോധന ചെയ്തുകൊണ്ട് ഈ കാര്യം ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി പ്രഖ്യാപിച്ചത്. നക്സൽ പ്രസ്ഥാനത്തിൻ്റെ പ്രഭവ കേന്ദ്രമായിരുന്നു നമുക്കറിയാം ബസ്തർ ജില്ല. പലപ്പോഴും ഈ ഫ്ലോറിൽ നിന്ന് തന്നെ ഈ നക്സൽ ആക്രമണവുമായി ബന്ധപ്പെട്ട് ജവാന്മാർ കൊല്ലപ്പെടുന്നത്, നാട്ടുകാർ കൊല്ലപ്പെടുന്നതൊക്കെ നമ്മൾ പലപ്പോഴും വാർത്തകളായി പ്രേക്ഷകരിൽ എത്തിച്ചിട്ടുണ്ട്. രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലൊക്കെ അടക്കം പൂർണ്ണമായും നക്സൽ വിരുദ്ധ ആളുകളെ നശിപ്പിച്ചുവെന്ന് അമിത്ഷാ വ്യക്തമാക്കുന്നുണ്ട്. ഈ ആക്രമണങ്ങളിൽ ഈ പ്രതിരോധത്തിൽ പങ്കെടുത്ത വിവിധ സുരക്ഷാ സേനാംഗങ്ങൾ, നക്സൽ ആക്രമണങ്ങളിൽ ജീവൻ നഷ്ടപ്പെട്ട സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും സാധാരണക്കാരുടെയും കുടുംബാംഗങ്ങൾ എന്നിവരെയൊക്കെ ആഭ്യന്തരമന്ത്രി കണ്ടു. 1971 മുതൽ 2026 വരെയുള്ള കാലയളവിൽ ജനങ്ങൾ ഇതൊരു ദുസ്വപ്നം പോലെയാണ് അനുഭവിച്ചതെന്നും ഇപ്പോൾ 3 തലമുറകൾക്കാണ് ഇതുകൊണ്ട് നാശമുണ്ടായതെന്നും അമിത്ഷാ പറയുകയാണ്. പക്ഷേ തങ്ങളുടെ കൃത്യമായ ഇടപെടൽ പ്രകാരം ഈ മേഖലകളൊക്കെ ഇപ്പോൾ പൂർണ്ണമായും നക്സൽ വിരുദ്ധമായി എന്നാണ് കേന്ദ്രത്തിൻ്റെ പ്രഖ്യാപനം. തമിഴ്നാട്ടിൽ പുതിയ സർക്കാർ, വിജയ് സർക്കാരിൻ്റെ പരിഷ്കരണ നടപടികൾ ഏറെ ചർച്ചയാകുന്നുണ്ട്. ഇപ്പോൾ പുതിയൊരു വിവരം, എല്ലാ സബ് രജിസ്ട്രാർ ഓഫീസുകളിലും ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ പൊതുജനങ്ങൾക്ക് ഇരിപ്പിടം ഉറപ്പാക്കണമെന്നാണ് തമിഴ്നാട് രജിസ്ട്രേഷൻ വകുപ്പ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ നിർദ്ദേശങ്ങൾ പാലിക്കുന്നതിൽ പരാജയപ്പെടുന്നവർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കുമെന്ന് മുന്നറിയിപ്പുണ്ട്. ഡിസ്ട്രിക്ട് രജിസ്ട്രാർമാർക്കും ഡെപ്യൂട്ടി ഇൻസ്പെക്ടർമാർക്കും നൽകിയ സർക്കുലറിൽ രജിസ്ട്രേഷൻ, ആധാരം രജിസ്ട്രേഷൻ, വിവാഹം രജിസ്ട്രേഷൻ, ബാധ്യതാ സർട്ടിഫിക്കറ്റ് എന്നിവയ്ക്കായി വരുന്ന എല്ലാ ആളുകൾക്കും ആവശ്യമായ ഇരിപ്പിട സൗകര്യങ്ങൾ ഒരുക്കണമെന്നാണ് മുഖ്യമന്ത്രി ഇടപെട്ട് നൽകിയിരിക്കുന്ന നിർദ്ദേശം എന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. CCTV ദൃശ്യങ്ങളടക്കം ഇതുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമെന്നും ഇനി ഏതെങ്കിലും ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ ഉദ്യോഗസ്ഥർ അവഗണിച്ചാൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ജയിലിൽ പോകാൻ ഭയമാണോ? ഒരു പേടിയും വേണ്ട. ഹൈദരാബാദിലെ ചഞ്ചൽഗുഡ ജയിലിൽ ഇനി മുതൽ താമസിക്കാം. ജയിൽ ജീവിതമെന്ന് നേരിട്ടറിയാം. ഫീൽ ദ ജയിൽ പദ്ധതിയിലേക്ക് ആണ് ഇപ്പോൾ ചഞ്ചൽഗുഡ ജയിലും അണിചേരുന്നത്. ജയിൽ ടൂറിസം ആഗ്രഹിക്കുന്നവർ ഹൈദരാബാദിലേക്ക് എത്തിയാൽ മതി. അവിടെ 2000 രൂപ മുടക്കിയാൽ ഒരു ദിവസം ജയിലിനുള്ളിൽ കഴിയാം. ജയിലിലെ ഭക്ഷണമടക്കം അനുഭവിച്ചറിയാം. ദിവസം മുഴുവൻ കഴിയാൻ സമയവും മനസ്സുമില്ലെങ്കിൽ 12 മണിക്കൂർ പാക്കേജ് ഉപയോഗിക്കാം. ഇതിന് 1000 രൂപ നൽകിയാൽ മതിയാകും. ഒരു ജയിൽ പുള്ളിക്ക് നൽകുന്ന അതേ ഭക്ഷണവും അതേ ജീവിത രീതിയുമാണ് ഇവിടെ കിട്ടുക. ടൂറിസ്റ്റ് ജയിൽ പുള്ളികൾക്ക് കട്ടിൽ, പുതപ്പ്, പ്ലേറ്റ്, ഗ്ലാസ്, വെള്ളം വെക്കുന്ന പാത്രം എന്നിവയടങ്ങുന്ന ലളിതമായ മുറികളായിരിക്കും ലഭിക്കുക. പുരുഷന്മാർക്കായി 2 സെല്ലുകളും സ്ത്രീകൾക്കായി 1 സെല്ലും സജ്ജീകരിച്ചിട്ടുണ്ട്. ഭീകരവാദികളെയും മറ്റും താമസിപ്പിക്കുന്ന ഹൈ സെക്യൂരിറ്റി ബാരക്കുകളുടെ മാതൃകയിലുള്ള മുറികളും ഇതിൽ ഉൾപ്പെടും. പദ്ധതിക്കൊപ്പം തന്നെ ഒരു ജയിൽ മ്യൂസിയവും അധികൃതർ തുറന്നു നൽകിയിട്ടുണ്ട്. ഏതായാലും ഈ ടൂറിസം രീതിക്ക് വലിയ അക്സെപ്റ്റൻസ് കിട്ടിയിട്ടുണ്ട്, സ്വീകാര്യത കിട്ടിയിട്ടുണ്ട്. നിരവധി ആളുകൾ ജയിൽ ജീവിത രീതി ആസ്വദിച്ചറിയാനായി ഇപ്പോൾ ഈ ഹൈദരാബാദിലേക്ക് പ്രവഹിക്കുന്നു എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നികുതി വെട്ടിപ്പ് കേസിൽ കൊളംബിയൻ പോപ്പ് ഗായിക ഷക്കീറയെ സ്പാനിഷ് കോടതി കുറ്റവിമുക്തയാക്കി. പിഴയും പലിശയും ഉൾപ്പെടെ $8.7 കോടി ഷക്കീറയ്ക്ക് തിരികെ നൽകി.
ക്യാൻസ് നൽകാൻ ഇപ്പോൾ നിർദ്ദേശമുണ്ടായി. 2011 നികുതി വെട്ടിപ്പ് തർക്കവുമായി ബന്ധപ്പെട്ട് 2011 രജിസ്റ്റർ ചെയ്ത കേസാണ്. വർഷങ്ങളായി നടക്കുന്ന കേസിലാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത്. ഷക്കീറെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസകരമായ ഒന്നായി അത് മാറുകയും മറ്റും ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ നിരവധി നികുതി വെട്ടിപ്പ് കേസുകൾ സെലിബ്രിറ്റികൾക്കെതിരെ വിവിധ കോടതികളിലുണ്ട്. അതിൽ ഷക്കീറയ്ക്ക് ഒരു ആശ്വാസമായി ഈ കോടതി വിധി വന്നിരിക്കുകയാണ്. ഇടവേള. പരാജിതരുടെ ഹീറോയാണ് കർണൻ. എങ്ങനെയോ വി.ഡി. സതീശന്റെയും ഇഷ്ട കഥാപാത്രമായി കർണൻ മാറി. പദവികളും അധികാര സിംഹാസനങ്ങളുമായിരുന്നില്ല, അകറ്റി നിർത്തലുകളും അവഗണനയും നൽകിയ ഊർജ്ജമായിരുന്നു സതീശന്റെ മൂലധനം. തീർത്തും അർഹമായിരുന്നെങ്കിലും KSUവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും അധ്യക്ഷ പദങ്ങൾ സതീശനിലേക്ക് എത്തിയില്ല. ഗോഡ്ഫാദറില്ലാതിരുന്ന യുവനേതാവിനെ ഗ്രൂപ്പ് മാനേജർമാർ വെട്ടിമാറ്റുകയായിരുന്നു. തുടക്കം ഐ ഗ്രൂപ്പിൽ. രാഷ്ട്രീയ ഗുരുവായ ജി കാർത്തികേയനൊപ്പം സതീശനുമെത്തി മൂന്നാം ഗ്രൂപ്പിൽ. രാഷ്ട്രീയത്തിലെ നെല്ലും പതിരും ഒറ്റനോട്ടത്തിൽ തിരിച്ചറിയാൻ മിടുക്കനായ ചാണക്യൻ കെ കരുണാകരൻ പ്രവചന സ്വഭാവത്തിൽ പറഞ്ഞു, ഇവൻ കോൺഗ്രസിന്റെ ഭാവി വാഗ്ദാനമാണ്. സതീശനെ തിരികെ ഐ ഗ്രൂപ്പിൽ എത്തിക്കാനായിരുന്നു ലീഡറുടെ ശ്രമം. വാഗ്ദാനം നൽകിയത് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവി. ഇതിലും വലിയ പദവി ലഭിച്ചാൽ ഞാൻ തിരികെ പോകണമോ എന്ന് ലീഡറുടെ ദൂതനോട് സതീശൻ ചോദിച്ചത്രേ. സ്വതസിദ്ധമായ ചിരിയായിരുന്നു ലീഡറുടെ മറുപടി. ഗ്രൂപ്പ് കളികളിലും അവഗണനയിലും മനമെടുത്ത് ഒരിക്കൽ സജീവ രാഷ്ട്രീയം തന്നെ അവസാനിപ്പിച്ചതായിരുന്നു വി.ഡി. സതീശൻ. ഹൈക്കോടതിയിൽ മുഴുവൻ സമയ അഭിഭാഷകനായി തിരികെ വന്നത് A.K. ആന്റണിയുടെ നിർബന്ധപ്രകാരം. ഇടതുകോട്ടയായിരുന്ന പറവൂരിൽ 96 പോരാടി വീണു. 2001 ജയം. പിന്നീടുള്ളത് ചരിത്രം. സ്കൂൾ കാലം മുതൽ മികച്ച പ്രസംഗകനായിരുന്നു സതീശൻ. നിയമസഭയിലെത്തിയതോടെ കോൺഗ്രസിന്റെ ശബ്ദമായി മാറി. 2006 വി.എസ്. സർക്കാരിന്റെ കാലത്ത് സഭയിൽ ഉമ്മൻചാണ്ടിയുടെ വലങ്കൈ. സർക്കാരിനെതിരെയുള്ള നിർണായക നീക്കങ്ങളിൽ ഉമ്മൻചാണ്ടി മുന്നിൽ നിർത്തിയത് സതീശനെ. വ്യാജ ലോട്ടറി മാഫിയക്കെതിരെയുള്ള പോരാട്ടവും ധനമന്ത്രി തോമസ് ഐസക്കുമായുള്ള സംവാദവുമൊക്കെ. രാജ്യത്ത് ഇന്ധനവില വീണ്ടും കൂട്ടി. പെട്രോളിനും ഡീസലിനും 90 പൈസ വീതമാണ് കൂട്ടിയത്. ഒരാഴ്ചക്കിടെ രണ്ടാം തവണയാണ് വില കൂടുന്നത്. പശ്ചിമേഷ്യൻ പ്രതിസന്ധി, അതുമായി ബന്ധപ്പെട്ട ക്രൂഡ് ഓയിൽ വിലയിലുണ്ടായ വർധനവ്, ഇതൊക്കെയാണ് രാജ്യത്തെ പ്രതിസന്ധിയിലാക്കുന്നത്. പെട്രോളിയം കമ്പനികൾ വലിയ നഷ്ടത്തിലാണ് എന്ന് നേരത്തെ തന്നെ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരുന്നു. അത് കോടികൾ കടന്നപ്പോഴാണ് ഇത്തരമൊരു വില വർധനവിന് സർക്കാർ സന്നദ്ധമായത്. നവകേരള സദസ്സിനിടെ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ പിണറായി വിജയന്റെ ഗൺമാൻമാർ മർദ്ദിച്ച സംഭവത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചുള്ള ഉത്തരവ് ഇന്ന് ഇറങ്ങിയേക്കും. ആദ്യ മന്ത്രിസഭാ യോഗമാണ് നിയുക്ത MLA A.D. തോമസ് അടക്കമുള്ളവർക്ക് മർദ്ദനമേറ്റതിൽ തുടരന്വേഷണത്തിൽ തീരുമാനമെടുത്തത്. VV വിനോദ് ചേരുകയാണ്. വിനോദ്, ഉടൻ തന്നെ ഇതിൽ തീരുമാനമുണ്ടാകും, നടപടിയും ഉണ്ടാകും, സംശയമില്ല അല്ലേ? രഞ്ജിത്ത്, ജനക്ഷേമ പദ്ധതികൾ സർക്കാർ പ്രഖ്യാപിക്കുന്നതിനോടൊപ്പം തന്നെയാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇക്കാര്യം കൂടി പറഞ്ഞത്. ഈ നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട് നടന്ന പോലീസ് നടപടി, ആ നടപടിയിൽ പുനരന്വേഷണം ഉണ്ടാകുമെന്ന കാര്യം അത് കൃത്യമായി പറഞ്ഞിരുന്നു. മാത്രമല്ല, വി.ഡി. സതീശൻ അതിന് മുൻപ് തന്നെ പറഞ്ഞ കാര്യം, പണ്ട് കോൺഗ്രസ്സുകാർ ഇതെല്ലാം മറന്നു പോകുമായിരുന്നു, പക്ഷേ ഇനിയുള്ള കാലം അങ്ങനെ മറക്കാനുള്ളതല്ല. തങ്ങളുടെ കുട്ടികളെ തല്ലിയെങ്കിൽ അതിന് നടപടി ഉണ്ടാകുമെന്ന കാര്യം നേരത്തെ തന്നെ വി.ഡി. സതീശൻ പറഞ്ഞതാണ്. ഇവിടെ ആശാവർക്കർമാരുടെ വേതനം വർദ്ധിപ്പിക്കുന്നു, അംഗൻവാടി വർക്കർമാരുടെ, പാചകത്തൊഴിലാളികളുടെ വേതനം വർദ്ധിപ്പിക്കുന്നു. അങ്ങനെ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ കാര്യങ്ങൾ പരിഗണിക്കുന്നതിനോടൊപ്പം തന്നെ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര പ്രഖ്യാപിക്കുന്നതിനോടൊപ്പം തന്നെ ഇതിലും ഒരു തുടരന്വേഷണം എന്ന കാര്യമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതായത് ഇന്ന് തന്നെ ഒരുപക്ഷെ ഈ പ്രത്യേക സംഘം രൂപീകരിച്ചുള്ള ഉത്തരവ് പുറത്തിറങ്ങും. അങ്ങനെയെങ്കിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള അന്വേഷണം ഒന്നുകൂടി ആരംഭിക്കുകയാണ്. അതിൽ മറ്റൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല.
ഇവരുടെ സസ്പെൻഷൻ ഉണ്ടാകും എന്ന കാര്യം ഇപ്പോൾ തന്നെ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ്. കാരണം ഈ പുനരന്വേഷണത്തിലേക്ക് അല്ലെങ്കിൽ വീണ്ടും ഒരു എൻക്വയറിയിലേക്ക് പോകുന്നത് ഇത് തീർച്ചയായിട്ടും സർക്കാരിന് അതിൽ മറ്റൊരു താല്പര്യമുണ്ട്, രാഷ്ട്രീയമുണ്ട് എന്നത് വളരെ പ്രകടമായ ഒരു കാര്യമാണ്. ഈ ലാത്തി ചാർജ് ന്യായീകരിക്കാൻ കഴിയുന്ന ഒന്നല്ലെന്ന് ആ ഘട്ടം മുതൽ തന്നെ വിമർശനമായി വന്ന ഒരു കാര്യവുമാണ്. മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരും ഒക്കെ സഞ്ചരിച്ച ബസ്സിന് നേരെ പ്രതിഷേധമുണ്ടായി, കരിങ്കൊടി പ്രതിഷേധമുണ്ടായി എന്ന പേരിലായിരുന്നു ആ ബസ് കടന്ന് പോയ ശേഷം ഇങ്ങനെ ഒരു ലാത്തി ചാർജ് ഉണ്ടാകുന്നത്. മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരുൾപ്പെടെ വാഹനത്തിൽ നിന്നിറങ്ങി സമരക്കാരെ മർദ്ദിക്കുകയായിരുന്നു. ഇപ്പോഴത്തെ MLA AD തോമസ് ഉൾപ്പെടെയുള്ളവർക്കാണ് അന്ന് മർദ്ദനമേറ്റത്. മാത്രമല്ല നമുക്ക് ഈ ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ് അവരുടെ തലയിലാണ് അടിക്കുന്നത്. അങ്ങനെ ലാത്തി ചാർജിൻ്റെ ഒരു നിയമം പരിശോധിച്ചാൽ, അങ്ങനെ പോലീസുകാരെ പഠിപ്പിക്കുന്ന രീതിയും അതിൻ്റെ ട്രെയിനിങ് കോളേജിൽ കൊടുക്കുന്ന പരിശീലനവും ഒക്കെ തന്നെ പരിശോധിച്ചാൽ അങ്ങനെ തലയിൽ അടിക്കാൻ കഴിയില്ല. ലാത്തി ചാർജിൽ ഉള്ള ഒരു കാര്യമല്ല ഈ തലയിൽ അടിക്കുക എന്നത്. ഇത് വളരെ വ്യക്തമായി അവിടെ നിൽക്കുന്ന പ്രവർത്തകരുടെ തലയിൽ നോക്കി കൃത്യമായി ലാത്തി കൊണ്ട് അടിക്കുന്ന ദൃശ്യങ്ങൾ ആ സമയത്ത് തന്നെ പുറത്തു വന്നതാണ്. പക്ഷേ ഈ ലാത്തി ചാർജിൻ്റെ ഒരു ക്രൂരതയേക്കാൾ അല്ലെങ്കിൽ ആ ഒരു നടപടിയേക്കാൾ കൂടുതൽ വിമർശന വിധേയമായത് ഈ ലാത്തി ചാർജിനെ അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ന്യായീകരിച്ചു എന്നുള്ളതാണ്. നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കണം. ഈ ഗൺമാന്മാർക്കൊക്കെ അത്യാവശ്യം നല്ല പണി കിട്ടുമെന്നും നമുക്ക് കരുതണം. പുതിയ മന്ത്രിസഭ അധികാരമേറ്റെങ്കിലും മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ച പട്ടിക ഗവർണർക്ക് കൈമാറിയിട്ടില്ല. ചില വകുപ്പുകളുടെ കാര്യത്തിൽ തർക്കം തുടരുന്നതാണ്. കാരണം ഉന്നത വിദ്യാഭ്യാസം വിട്ടു നൽകിയതിനാൽ ഫിഷറീസ് വേണമെന്നാണ് ലീഗിന്റെ ആവശ്യം. എന്നാൽ ലീഗ് മന്ത്രിക്ക് ഫിഷറീസ് നൽകുന്നതിൽ ലത്തീൻ സഭയ്ക്ക് എതിർപ്പുണ്ട്. ഇന്ന് തന്നെ വിഭജനം പൂർത്തിയാക്കി വിജ്ഞാപനം ഇറക്കുമെന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പറയുന്നത്. കോൺഗ്രസിലെ ഒരു വിഭാഗം ഇതിനെതിരെ ഈ ലീഗിന് കൈമാറുന്നതിൽ എതിർപ്പുമായി രംഗത്ത് വന്നിട്ടുണ്ട്. തീരദേശ പ്രാതിനിധ്യം വേണമെന്ന ആവശ്യമാണ് ഉന്നയിക്കുന്നത്. VV അരുൺ വിവരങ്ങൾ പങ്കുവെക്കും. അരുൺ, ഇപ്പോൾ കെ മുരളീധരനൊക്കെ ഓഫീസിലെത്തി ചുമതല ഏറ്റെടുത്ത് ആരോഗ്യവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗമൊക്കെ വിളിച്ചു എന്ന് കേൾക്കുന്നുണ്ട്. ഇതിനിടയിലാണ് സാധ്യതയുണ്ട്. മുരളീധരൻ ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്, ഫിഷറീസ്, അങ്ങനെ ചില തർക്കങ്ങളുണ്ട്. അത് ഇന്നത്തോടെ പരിഹരിച്ച് ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും നോട്ടിഫിക്കേഷൻ വരും. അല്ല, അത് ഘടകകക്ഷികളുമായിട്ടുള്ള തർക്കം പരിഹരിക്കുമ്പോൾ പാർട്ടിക്കകത്ത് ചില റീഅറേഞ്ച്മെന്റ്സ് നടത്തേണ്ടി വരും. അത് മാത്രമേ ഉള്ളൂ. അല്ല, ഇപ്പൊ ഇന്നാവുമല്ലോ. ഇന്നലെയല്ലേ സത്യപ്രതിജ്ഞ കഴിഞ്ഞിട്ടുള്ളൂ. ഇന്ന് വിജ്ഞാപനം വരും. അത് ഏതാണ്ട് ധാരണ എത്തിയിട്ടുണ്ട്. അത് വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുക, ജനങ്ങളുമായിട്ട് നേരിട്ട് ബന്ധപ്പെടുന്ന ഒരു വിഷയമാണല്ലോ. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് സർക്കാർ ആശുപത്രികളൊക്കെ മികച്ച ചികിത്സ ലഭിക്കുന്ന സംവിധാനം ഉണ്ടാവുക, ആവശ്യത്തിനുള്ള മരുന്നുകൾ ആശുപത്രിയിൽ ലഭ്യമാക്കുക, രണ്ടാമത്തെ മെഡിക്കൽ കോളേജ് തിരുവനന്തപുരത്ത് ആരംഭിക്കുക, അങ്ങനെയൊക്കെയുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഇപ്പം മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്. ബാക്കി നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ഔദ്യോഗികമായിട്ട് പത്രസമ്മേളനം വിളിച്ച കാര്യങ്ങൾ വിശദീകരിക്കുക. അല്ല, അത് ഇന്നത്തോടെ പരിഹരിക്കും. അരുണ്, വിവരങ്ങൾ. രഞ്ജിത്ത്, കെ മുരളീധരൻ തന്നെ വ്യക്തമാക്കുന്നുണ്ട് വകുപ്പുകളിൽ ഇനിയും ചില മാറ്റങ്ങളൊക്കെ വന്നേക്കാം. അദ്ദേഹം ആരോഗ്യമന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ തുടർ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. പക്ഷേ കോൺഗ്രസിന്റെ UDFന്റെ മന്ത്രിസഭ വിഭജനം പൂർത്തിയാക്കി ആ വകുപ്പുകളുടെ പോർട്ട്ഫോളിയോ തിരിച്ച് അത് ഗവർണർക്ക് ഇതുവരെ നൽകിയിട്ടില്ല. അത് തർക്കം കാരണം തന്നെയാണ്. പ്രത്യേകിച്ചും ഫിഷറീസ് വകുപ്പിലാണ് പ്രധാന തർക്കമുള്ളത്. ഫിഷറീസ് വകുപ്പ് ലത്തീൻ സമുദായങ്ങളാണ് സാധാരണ മന്ത്രിസ്ഥാനത്തേക്ക് വരാറുള്ളത്. അത് ഇത്തവണയും അത് വേണമെന്ന ആവശ്യം ശക്തമായി തന്നെ ലത്തീൻ സഭ മുന്നോട്ട് വച്ചു. മുസ്ലിം ലീഗ് ആണ് ആ വകുപ്പ് നിലവിൽ അനുവദിച്ചത്. മുസ്ലിം ലീഗിനാണ്. ഉന്നത വിദ്യാഭ്യാസം പോലുള്ള പ്രധാന വകുപ്പ് തങ്ങൾ എടുത്തു മാറ്റുമ്പോൾ പകരം ഫിഷറീസ് വേണമെന്നാണ് ലീഗിന്റെ ആവശ്യം. അത് ലീഗിന് നൽകാൻ ധാരണയായതുമാണ്. പക്ഷേ അത് നൽകിയതോടുകൂടി നേരത്തെ തന്നെ M. വിൻസെന്റ് ഉൾപ്പെടെയുള്ളവരെ മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരാത്തതിൽ കടുത്ത അതിർത്തിയിലായ ലത്തീൻ സഭ ഇന്നലെ ആ പ്രശ്നം പരിഹരിക്കാൻ സഭാ ആസ്ഥാനത്തെത്തിയ മുഖ്യമന്ത്രി VD സതീശനോട് ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയില്ല, ലത്തീൻ സഭാ അംഗത്തിന് തന്നെ ആ വകുപ്പ് നൽകണമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചു. അതാണ് വീണ്ടും തർക്കത്തിന് ഇടയാക്കിയത്. ലീഗ് അത് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. എങ്കിൽ മറ്റ് പകരം വകുപ്പ്, നല്ല ഏതെങ്കിലും വകുപ്പ് പകരം കിട്ടണമെന്ന ആവശ്യം ലീഗ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കോൺഗ്രസിനും കടുത്ത അതിർത്തിയുണ്ട് ലീഗിന് ഈ വകുപ്പ് കൊടുക്കുന്നത്. അത് ലത്തീൻ ധീവര സഭാംഗങ്ങളെ, പാർട്ടിയിൽ നിന്ന് സമുദായങ്ങളെ പാർട്ടിയിൽ നിന്ന് അകറ്റും. ഇതാണ് കോൺഗ്രസിന്റെ ഒരു വിഭാഗത്തിൽ നിലപാട്. ഏതായാലും അതിപ്പോഴും ഒരു പ്രശ്നമായി നിലനിൽക്കുകയാണ്. ഏതായാലും ഇന്ന് പരിഹരിക്കാനാകും എന്ന പ്രതീക്ഷയാണ്. സാധാരണഗതിയിൽ മന്ത്രിമാരെ തീരുമാനിച്ച് ആദ്യ മന്ത്രിസഭാ യോഗം കഴിഞ്ഞാൽ അന്ന് വൈകുന്നേരത്തിന് മുമ്പ് തന്നെ ഗവർണർക്ക്
ഈ പട്ടിക മുഖ്യമന്ത്രി കൈമാറാറുണ്ട്. ശരി അത് അരുൺ, ഏതായാലും ഇന്ന് ഗസറ്റ് തീരുമാനം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ കെ മുരളീധരൻ വ്യക്തമാക്കിയിരിക്കുന്നത്. നമുക്ക് വി.ഡി. സതീശൻ മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ വിദ്യാഭ്യാസ യോഗ്യത ഒന്ന് നോക്കാം. 13 വക്കീലന്മാരാണ്. അതായത് 21 മന്ത്രിമാരിൽ 13 പേരും വക്കീലന്മാരാണ്, കോട്ടണിഞ്ഞവരാണ് വി.ഡി. സതീശൻ മന്ത്രിസഭയിൽ എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. വി.ഡി. സതീശൻ, രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, കെ മുരളീധരൻ, ബിന്ദു കൃഷ്ണ, ടി സിദ്ദിഖ്, എം ലിജു, ഒ.ജെ. ജനീഷ് കുമാർ, എൻ ഷംസുദ്ദീൻ, സി.പി. ജോൺ, അനൂപ് ജേക്കബ്, അബ്ദുൽ ഗഫൂർ എന്നിവർ മന്ത്രിസഭയിൽ 13 പേർ വക്കീലന്മാരാണ്. ഒരു ബിടെക്കുകാരനുണ്ട്, ഒരു എഞ്ചിനീയറിംഗ് ബിരുദാരിയുണ്ട്. അത് മറ്റാരുമല്ല, ഷിബു ബേബി ജോൺ ആണ് ബിടെക്കുകാരൻ. ബിരുദാനന്തര ബിരുദമുള്ളത് റോജി എം ജോണിനും ഒപ്പം കെ എ തുളസിക്കുമാണ്. റോജി എം ജോൺ MA-കാരനാണ്. കെ എ തുളസിയാകട്ടെ MA-യും MPhil-ഉം നേടിയ ആളാണ്. ബിരുദധാരികളായി PC വിശ്വനാഥ്, BCom-കാരനാണ് PC വിശ്വനാഥ്. AP അനിൽകുമാറിനും ബിരുദം ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രീ ഡിഗ്രി വിദ്യാഭ്യാസ യോഗ്യതയുള്ള 2 പേരുണ്ട്. അത് KM ഷാജിയും PK കുഞ്ഞാലിക്കുട്ടിയും. 2 പേരും മുസ്ലിം ലീഗിൻ്റെ മന്ത്രിമാരാണ്. അതേസമയം 10ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയാണ് നമ്മുടെ PK ബഷീർ, മുസ്ലിം ലീഗിൻ്റെ മറ്റൊരു മന്ത്രിയായ PK ബഷീറിന് ഉള്ളത്. പ്രതിപക്ഷ സമരങ്ങൾക്കിടെ തെരുവിൽ മർദ്ദനമേറ്റ UDF പ്രവർത്തകർക്ക് ആവേശം നൽകുന്നതാണ് ആലപ്പുഴ സംഭവത്തിൽ പ്രത്യേക അന്വേഷണം നടത്താനുള്ള സർക്കാർ തീരുമാനമെന്ന് നിയുക്ത MLA AD തോമസ്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാന്മാരിൽ നിന്നും AD തോമസിനടക്കം ക്രൂരമർദ്ദനമേറ്റിരുന്നു. ഗൺമാന്മാരിൽ നിന്നും മർദ്ദനമേറ്റിട്ടും തങ്ങളെ പരിഹസിക്കുകയായിരുന്നു അന്നത്തെ സർക്കാർ ചെയ്തതെന്നും AD തോമസ് പറയുന്നു. വി.ഡി. സതീശൻ മന്ത്രിസഭയുടെ ആദ്യ യോഗത്തിലെ തീരുമാനങ്ങൾ തന്നെ ഏറെ ശ്രദ്ധ നേടുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം വിവാദമായ രക്ഷാപ്രവർത്തനം എന്ന പ്രയോഗം. ആലപ്പുഴയിൽ മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരുടെ മർദ്ദനം, ആ വിഷയത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കാനുള്ള തീരുമാനമാണ്. ഇത് സ്വാഭാവികമായും നേരത്തെ തന്നെ കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ തന്നെ ഇതിന്റെ ആവശ്യമുയർന്നതാണ്. ഭരണത്തിലെത്തിയാൽ ആദ്യം തന്നെ ഇത് സംബന്ധിച്ച് തീരുമാനമുണ്ടാകുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ആദ്യ മന്ത്രിസഭയിൽ തന്നെ ഇത് സംബന്ധിച്ച ഒരു പ്രത്യേക അന്വേഷണമാണ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിന്റെ തുടർ നടപടികളിലേക്ക് പോകാം. നമുക്കിപ്പോൾ ചേരുന്നത് AD തോമസ്, ആലപ്പുഴയിലെ നിയുക്ത MLA, ഒപ്പം തന്നെ ഇതേ വിഷയത്തിൽ മർദ്ദനമേറ്റ അജയ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. എന്തായാലും ഈ തീരുമാനം എങ്ങനെ കാണുന്നു? ഞങ്ങൾ ഈ തീരുമാനത്തെ കേരളത്തിലെ പൊതുജനങ്ങൾ ചെയ്യുന്നത് പോലെ തന്നെ സർവാത്മന സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ 10 വർഷക്കാലം തെരുവിൽ ആക്രമിക്കപ്പെട്ട ആയിരക്കണക്കിന് ചെറുപ്പക്കാരുണ്ട്. ആ ചെറുപ്പക്കാരുടെ എല്ലാം പോരാട്ടത്തിന്റെ ഒരു പ്രതീകമായിരുന്നു ഈ നിയമ പോരാട്ടം. അതിനെ അന്നത്തെ LDF സർക്കാർ അവജ്ഞയോടെ പരിഹാസത്തോടെയാണ് കണ്ടത്. അതിനെ ഞങ്ങളെ പരിഹസിക്കുകയായിരുന്നു. ഇന്ന് UDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ആദ്യത്തെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെച്ച് ഒരു അന്വേഷണം നടത്തി നിയമപരമായ നടപടിയിലേക്ക് പോകുന്നതിൽ വലിയ സന്തോഷം ഞങ്ങൾ രണ്ടുപേർക്കും ഉണ്ട്. ഈ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഈ അന്നത്തെ ആ ഗുണ്ട മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരുടെ ആക്രമണം അതേ തുടർന്ന് ഹൈലൈറ്റ് ചെയ്യപ്പെട്ടവരാണ് നിങ്ങൾ രണ്ടുപേരും. പിന്നെ താങ്കൾ മത്സരിക്കുന്നു, MLA ആവുന്ന സാഹചര്യം ഉണ്ടായി. ഈ തീരുമാനം പൊതുവിൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് അല്ലെങ്കിൽ അന്ന് പ്രതിപക്ഷത്തിരുന്ന് സമരം ചെയ്തവർക്കൊക്കെ ഒരു ഊർജ്ജം കിട്ടും, അങ്ങനെ തോന്നുന്നുണ്ടോ? തീർച്ചയായും. ഇപ്പോൾ എന്റെ ഒരു സ്ഥാനാർത്ഥിത്വം തന്നെ എന്റെ ഒരു വ്യക്തിപരമായ മികവിലാണെന്നോ അങ്ങനെ ഒന്നും ഞാൻ വിചാരിക്കുന്നില്ല. ഇവിടെ ആയിരക്കണക്കിന് ചെറുപ്പക്കാർ ഇപ്പോഴും കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും പ്രാപ്തിയില്ലാതെ സമരം ചെയ്തതിന്റെ പേരിൽ അടികൊണ്ട് തല തല്ലിപ്പൊളിക്കപ്പെട്ട് ഇപ്പോഴും കിടപ്പിലായ ആയിരക്കണക്കിന് ചെറുപ്പക്കാരുണ്ട്. അവരുടെയൊക്കെ ഒരു പ്രതീകമായി, അവരുടെ ഒരു ബിംബമായി എന്നെ ഐക്യജനാധിപത്യ മുന്നണി കോൺഗ്രസ് പാർട്ടി മത്സരിപ്പിച്ചതാണ്. അപ്പോൾ ആ ചെറുപ്പക്കാർ തെരുവിൽ ചിന്തിയ ചോരയ്ക്ക് ആ കേരളത്തിലെ ജനങ്ങൾ കണക്ക് ചോദിച്ചതാണ് എന്റെ വിജയമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇത് എന്റെ ഒരു വിജയമല്ല, കേരളത്തിലെ ജനങ്ങളുടെ ഒരു പൊതുബോധത്തിന്റെ, ഒരു ആത്മരോഷത്തിന്റെ പുറത്തുണ്ടായ ഒരു വിജയമായിട്ടാണ്. അത് വളരെ വിനയത്തോടെ അങ്ങനെയാണ് ഞങ്ങൾ രണ്ടുപേരും ഇതിനെ കാണുന്നത്. ഈ മുൻ സർക്കാർ എടുത്ത പല പൊളിറ്റിക്കൽ കേസുകളും പിൻവലിക്കുമെന്ന പരസ്യ പ്രഖ്യാപനം UDFന്റെ ഭാഗമായി നിൽക്കുന്ന പല നേതാക്കളും പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോ ഒരു സംഭവം, അത്തരം ഇടപെടലുകൾ സർക്കാരിന്റെ ഭാഗത്തുണ്ടാവും നിങ്ങൾ കരുതുന്നുണ്ടോ? ഇത് ഒരിക്കലും ഒരു പൊളിറ്റിക്കലായിട്ടുള്ള തീരുമാനമായിട്ടല്ല. കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് തന്നെ ഈ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നതാണ്. ഈ കേസ് 3.5 വർഷമായി ഈ സംഭവം നടന്നിട്ട്. ഒരു 18 മാസം മുമ്പ് ഈ കേസ് റഫർ ചെയ്തിരുന്നു. 18 മാസത്തിന് ശേഷം കോടതി തുടരന്വേഷണം പറഞ്ഞിട്ട് 18 മാസമായി ഒരു തരത്തിലുള്ള അന്വേഷണവും നടന്നിട്ടില്ല. ആ ഒരു വിഷയത്തിൽ ഒരു SIT രൂപീകരിച്ചുകൊണ്ട് ഒരു സത്യസന്ധമായ അന്വേഷണം നടത്താനാണ് പറയുന്നത്. അല്ലാണ്ട് ഇത് രാഷ്ട്രീയമായി ഒന്നുമില്ല. സത്യസന്ധമായ അന്വേഷണം നടത്തുക, എത്രയും പെട്ടെന്ന് ഇതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കുക, കുറ്റക്കാരെ ശിക്ഷിക്കുക, നിയമ നടപടിയായി മുമ്പോട്ട് പോകുക, അത് മാത്രമാണ് ഇതിനകത്ത് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും വളരെ കയ്യടി നേടിയ UDF കേന്ദ്രങ്ങളിൽ കയ്യടി നേടിയ തീരുമാനം കൂടിയാണ് ഈ ആലപ്പുഴയിലെ ആ സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ തുടർ നീക്കങ്ങൾ ഇനി സർക്കാരിന്റെ ഭാഗത്ത് എങ്ങനെ ഉണ്ടാകുമെന്നതും നിർണായകമാണ്. ക്യാമറാമാൻ അരുൺ പാലോടിനൊപ്പം TG സജിത്, ന്യൂസ്. സ്വന്തമായി മന്ത്രിയെ കിട്ടാത്തതിൽ കടുത്ത നിരാശയിൽ കാസർകോട്ടുകാർ. അവസാനമായി ജില്ലയ്ക്ക് മന്ത്രിയെ ലഭിച്ചിട്ട് 2 പതിറ്റാണ്ടായി. 2ാം പിണറായി സർക്കാരിലും മന്ത്രിസ്ഥാനത്തേക്ക് ജില്ലയെ പരിഗണിച്ചിരുന്നില്ല. മഞ്ചേശ്വരം MLA AK അഷ്റഫിന് മന്ത്രിസ്ഥാനം ലഭിക്കുമെന്ന് സൂചനയുണ്ടായിരുന്നുവെങ്കിലും പട്ടികയിൽ ഇടം പിടിച്ചില്ല.
വാശിയേറിയ പോരാട്ടം നടന്ന മഞ്ചേശ്വരം മണ്ഡലത്തിലൂടെ ഇത്തവണ ഒരു മന്ത്രി ഉണ്ടാകുമെന്നാണ് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നത്. ഏറ്റവും ഒടുവിലായി AK അഷ്റഫിൻ്റെ പേരുകൾ ഉയർന്നു വന്നെങ്കിലും അത് വെട്ടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇത്തവണയും സ്വന്തമായൊരു മന്ത്രിയില്ല എന്നത് തന്നെയാണ് ഏറ്റവും നിരാശാജനകം. എന്തായാലും ഒരുപാട് പ്രശ്നങ്ങൾ കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. പ്രധാനമായും ആരോഗ്യ മേഖലയിലാണ്. ആരോഗ്യ മേഖലയിൽ വലിയ തോതിലുള്ള അവഗണന നേരിടുന്ന ഒരു ജില്ലയാണ്, അതിർത്തി ജില്ലയാണ്. സ്വന്തമായൊരു മന്ത്രി ഉണ്ടെങ്കിൽ പല പ്രശ്നങ്ങളും നേരിട്ട് ഇടപെടൽ നടത്താൻ കഴിയുമെന്ന ഒരു വലിയ തോതിലുള്ള ഒരു പ്രതീക്ഷയുണ്ട്. പക്ഷേ അത്തരം പ്രതീക്ഷകൾക്കെല്ലാം മങ്ങലേൽക്കുന്നത് തന്നെയാണ് VD സതീശൻ സർക്കാരിൻ്റെ പുതിയ മന്ത്രിസഭ. 2 പതിറ്റാണ്ടുകൾക്ക് മുൻപാണ് കാസർഗോഡ് ജില്ലയിൽ ഏറ്റവും ഒടുവിലായി UDF മന്ത്രിസഭയിൽ ഒരു മന്ത്രി ഉണ്ടാകുന്നത്. 2001 ചെർക്കളം അബ്ദുള്ള മഞ്ചേശ്വരം മണ്ഡലത്തിലൂടെ കാസർഗോഡ് ജില്ലയുടെ മന്ത്രിയായി. പിന്നീട് UDF അധികാരത്തിൽ വന്നതിന് ശേഷം ഒന്നും ഒരു മന്ത്രി ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ പിണറായി വിജയൻ സർക്കാരിൻ്റെ ആദ്യ ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്താണ് E ചന്ദ്രശേഖരൻ കാസർഗോഡ് ജില്ലയെ പ്രതിനിധീകരിച്ചത്. 2ാം പിണറായി വിജയൻ സർക്കാരിൽ ഒരു മന്ത്രി ഇല്ലാത്ത സാഹചര്യം തന്നെയായിരുന്നു കാസർഗോഡ് ജില്ലയിലുണ്ടായത്. അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് എൻഡോസൾഫാൻ ദുരിതബാധിതരെയാണ്. കാരണം അവരുടെ പല പ്രശ്നങ്ങളും, അതായത് വാഗ്ദാനങ്ങളും ഇപ്പോഴും നടപ്പിലാക്കാതെ പോകുന്നു. പ്രത്യേകിച്ച് എൻഡോസൾഫാൻ സെൽ യോഗം ചേർന്നിട്ട് 3 വർഷമായിരിക്കുന്നു. സാധാരണ മന്ത്രിമാർ, അതായത് ജില്ലയുടെ മന്ത്രിമാരാണ് ഇതിൻ്റെ ചെയർമാൻമാരാകുക. മന്ത്രിമാരില്ലാത്തതിൽ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുക എൻഡോസൾഫാൻ ദുരിതബാധിതർ തന്നെയാണ്. നമ്മോടൊപ്പം എൻഡോസൾഫാൻ പീഡിത ജനകീയ മുന്നണി നേതാവ് അമ്പലത്തറ കുഞ്ഞികൃഷ്ണൻ തന്നെ ചേരുന്നു. ഇത്തവണയും കാസർഗോഡ് ജില്ലയ്ക്ക് ഒരു മന്ത്രിയില്ല, എങ്ങനെയാണ് കാണുന്നത്? തീർച്ചയായും ഒരു മന്ത്രി കാസർഗോഡ് ഉണ്ടാവുകയായിരുന്നെങ്കിൽ എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പ്രശ്നങ്ങൾ നേരിട്ട് മന്ത്രിസഭയിൽ ഉന്നയിക്കാൻ പറ്റുമായിരുന്നു. എൻഡോസൾഫാൻ ദുരിതബാധിതരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രശ്നങ്ങൾ നിലവിലുണ്ട്. പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങളാണ് അതിനകത്ത് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്. നമ്മുടെ മെഡിക്കൽ കോളേജൊക്കെ ഇവിടം വരെ എത്തിയെന്ന് ഇവിടുത്തെ പൊതുസമൂഹത്തിന് അറിയാം. തീർച്ചയായും VD സതീശൻ മുഖ്യമന്ത്രി ആയതോടുകൂടി ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയുണ്ട്. കാസർഗോഡിൻ്റെ ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ വലിയ ശ്രമം നടത്തുമെന്ന് നേരത്തെ തന്നെ പ്രത്യേകിച്ച് ഞങ്ങൾക്ക് എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വാക്ക് തന്നതാണ്. തീർച്ചയായും അത് ഏറ്റെടുക്കാനുള്ള എല്ലാ സാധ്യതകളും VD സതീശൻ മുന്നോട്ട് വരും എന്നാണ് ഞങ്ങൾ കരുതുന്നത്. എന്തായാലും ഈ VD സതീശൻ മന്ത്രിസഭ അത് എൻഡോസൾഫാൻ ദുരിതബാധിതരെ സംബന്ധിച്ചിടത്തോളം വലിയ ഇടപെടൽ നടത്തിയതാണ്. അദ്ദേഹം അവരുടെ സമരത്തിനൊക്കെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നേരത്തെയൊക്കെ രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത് അമ്പലത്തറ കുഞ്ഞികൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ പ്രതീക്ഷ ആ കാര്യത്തിലുണ്ട്. സ്വന്തമായി മന്ത്രിയില്ലെങ്കിലും 4 MLA-മാരാണ് ഇത്തവണ UDF-ൽ നിന്നും കാസർഗോഡ് ജില്ലയിലുള്ളത്. അതിൽ 3 പേർ കന്നിക്കാരാണ്. AK അഷ്റഫ് മാത്രമാണ് നേരത്തെ മഞ്ചേശ്വരം മണ്ഡലത്തിൽ നിന്നും പ്രദാനം ചെയ്തത്. മറ്റ് 3 പേരും ഉദുമയിലും അതുപോലെ തന്നെ തൃക്കരിപ്പൂരിലും കാസർഗോട്ടും 3 പുതുതായി കന്നിക്കാരാണ് ഈ MLA-മാരായിട്ടുള്ളത്. എന്നാലും അവരുടെ സേവനം പരമാവധി പ്രയോജനപ്പെടുത്തി കാസർഗോഡ് ജില്ലയുടെ പല പ്രശ്നങ്ങളും, പ്രത്യേകിച്ച് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ ഉൾപ്പെടെ പരിഹാരം കണ്ടെത്താൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് ഇപ്പോൾ പങ്കുവെക്കുന്നതും. KB ബൈജു, News 18 കാസർഗോഡ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.